2021 റിലീസ് ചെയ്ത ഒരു സൗത്ത് കൊറിയൻ ത്രില്ലർ ഡ്രാമയാണ് സ്ക്വിഡ് ഗെയിം. 2024 അതിന്റെ സെക്കൻഡ് സീസൺ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോ 2025 സീസൺ 3 റിലീസ് ആയിരിക്കുകയാണ്. സീസൺ 2 എവിടെ വെച്ചാണ് തീരുന്നത് അതേ എടുത്ത് വെച്ചാണ് സീസൺ 3 തുടങ്ങുന്നത്. മാത്രമല്ല ഈ ഒരു സീസണോട് കൂടി സ്ക്വിഡ് ഗെയിം എന്ന സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഇനിയൊരു സ്ക്വിഡ് ഗെയിം ഇല്ല. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ? എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ സീസൺ 2 എവിടെ വെച്ചാണോ നിർത്തിയത് അതേ സീൻ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. തങ്ങൾക്കെതിരെ പോരാടിയ സകല ആൾക്കാരെയും ഗാർഡ്സ് വെടിവെച്ച് കൊല്ലുന്നു. ആ കുഞ്ഞിന്റെ അച്ഛനെ വെടിവെക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ മിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ അവള് കൊന്നില്ല. കണ്ണടച്ചു കിടക്ക്, നിനക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. അവളത് പറഞ്ഞതും അയാൾ മരിച്ചതുപോലെ കണ്ണടച്ചു കിടക്കുന്നു. അതോടെ അയാളെ സ്കാൻ ചെയ്തിട്ട് അയാളെ എലിമിനേറ്റ് ആയി എന്നുള്ള റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗാർഡ്സുകളെല്ലാം വന്ന് മരിച്ച ആൾക്കാരെ മുഴുവനും ഓരോ പെട്ടികളിലാക്കി കൊണ്ടുപോകാൻ തുടങ്ങി. ആ കുഞ്ഞിന്റെ അച്ഛൻ കൊണ്ട് തന്നെ ലവന്മാര് വന്ന് പെട്ടിയിലായിട്ട് സിഗ്നലും വരച്ചു വെക്കുന്നുണ്ട്. അത് മിന്ന് തന്നെയാണ് അവന്മാരോട് റിപ്പോർട്ട് ചെയ്തതും. എന്തു പറ്റി? പെട്ടെന്ന് നിനക്കൊരു മനംമാറ്റം? ഞാൻ നല്ലതുപോലെ ആലോചിച്ചു നോക്കി. എന്തായാലും ഇവരൊക്കെ ചാവാനുള്ളതല്ലേ? അങ്ങനെയെങ്കിൽ അവരുടെ ഓർഗൻസ് ഒക്കെ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് കരുതി. കൊള്ളാം, ഇപ്പോഴാണ് നീ നല്ലൊരു തീരുമാനമെടുത്തത്. എനിക്കും ആ ഓപ്പറേറ്റിംഗ് റൂം ഒന്ന് കാണുമായിരുന്നു. എന്തിനാ കണ്ടിട്ട്? ഇപ്പോ നമ്മളെ രണ്ടും ഒരേ ടീമില്ലേ? അതുകൊണ്ട് നമ്മളുടെ ഇടയിൽ രഹസ്യങ്ങളൊന്നും ഇനി പാടില്ല. എന്തായാലും അയാൾ അവളെ കൂടെ വരാനായിട്ട് സമ്മതിക്കുന്നു. ഇതേ സമയം ഇവിടെ ഗാർഡ്സുകളെല്ലാം ചേർന്ന് ഒരു ശവപ്പെട്ടിയും ചുമന്നുകൊണ്ട് നമ്മുടെ പ്ലേയേഴ്സിന്റെ അടുത്തേക്ക് വരികയാണ്. ആർക്കും കാര്യം എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അതിനുള്ളിൽ ആരായിരിക്കും? ഗാർഡ്സുകൾ ആ പെട്ടി അവിടെ വെച്ച് പുറത്തേക്ക് പോയതും എല്ലാവരും ആകാംക്ഷയോട് പെട്ടിക്കടുത്തേക്ക് വരുന്നു. നമ്മുടെ റോസ് ആണ് ധൈര്യത്തോടെ വന്നത് തുറന്നു നോക്കുന്നത്. വേറെ ആരുമല്ല, അതിനുള്ളിൽ നമ്മുടെ സിയോങ് ആയിരുന്നു. ഭാഗ്യത്തിനാള് മരിച്ചിട്ടില്ല. എല്ലാവരും കൂടി അവനെ വേഗം എടുത്ത് ബെഡിലേക്ക് കിടത്തുന്നു. ഇതെല്ലാം കണ്ട് ആകെ പേടിയോടിരിക്കുകയാണ് ദേഹു. അവൻ ആ ബുള്ളറ്റ് കൊണ്ടുപോയി കൊടുക്കാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതും. അടുത്തതായിട്ട് നമ്മുടെ ഹോങ്ചോനെ ടീംസിനെയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ സീസണില് ക്യാപ്റ്റൻ ഒരാളെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊന്നില്ലേ? നേരം വെളുത്തപ്പോഴാണ് അയാളെ കാണുന്നില്ല എന്നെല്ലാരും അറിഞ്ഞതും. എവിടെ പോയെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. ഇന്നലെ രാത്രിയിൽ അവൻ നല്ല ബിറ്റായിരുന്നെന്നാണ് തോന്നുന്നത്. അവന്റെ ക്യാമ്പിൽ ഒരു കുപ്പി കാലിയായി കിടപ്പുണ്ട്. അങ്ങനെയെങ്കിൽ ഛർദ്ദിക്കാനങ്ങാണ് വരുന്ന വഴി കാല് തന്നെ വെള്ളത്തിലേക്ക് വീണതാണെങ്കിലോ? അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ ജീവനോടെ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. ഓ, അപ്പൊ ഇന്നലെ രാത്രി ഞാൻ കേട്ട ശബ്ദം അതായിരുന്നോ? എന്ത് ശബ്ദം? അത് ഒരു പാതിരാത്രിയായ സമയത്ത് ആരൊക്കെ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയായിരുന്നു. വെളുപ്പാങ്കാലത്ത് ഒരു 3 മണിയൊക്കെ കാണും. ആ സമയത്ത് ശബ്ദം കേട്ട് ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ അവിടെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കിയാലോ? ഒരു പ്രയോജനമില്ല. ഇന്നലെ രാത്രിയിൽ ഈ ഭാഗത്തൊക്കെ നല്ല അടിയൊഴുക്കുണ്ടായിരുന്നു. വെറുതെ എന്തിനാ ഒരു ശവം തേടാനായിട്ട് നമ്മുടെ സമയം കളയുന്നത്? നമുക്ക് ആ ദ്വീപ് കണ്ടുപിടിക്കണ്ടേ? എന്തായാലും അയാൾ പറഞ്ഞത് എല്ലാവരും അങ്ങ് വിശ്വസിച്ചിട്ടുണ്ട്. ഇതേ സമയം ഇവിടെ നമ്മുടെ സിയോങ്ങിന് ബോധം വരുന്നു. അവൻ നോക്കുമ്പോൾ അവന്റെ ചുറ്റിനും നിൽപ്പുണ്ട് എല്ലാവരും. ആദ്യം അവൻ ഒന്നും മനസ്സിലായില്ല. പിന്നീട് എഴുന്നേറ്റ് ചുറ്റിനും നോക്കുമ്പോഴാണ് പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും അവൻ ഓർമ്മ വരുന്നത്. തന്റെ കൂടെ വന്നവരെല്ലാം മരണപ്പെട്ടിരിക്കുന്നു. അതില് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ജംഗ്ബയും ഉണ്ടെന്നുള്ളത് അവനെ ആകെ അങ്ങ് താർത്തു കളഞ്ഞു. അപ്പോഴേക്കും റിസൾട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടി ഗാർഡ്സും ഉള്ളിലേക്ക് വരുന്നു. കഴിഞ്ഞ രാത്രിയില് 35 പ്ലേയേഴ്സ് ആണ് എലിമിനേറ്റ് ആയത്. ഇനി ബാക്കിയുള്ളത് വെറും 60 പ്ലേയേഴ്സ്. പുതിയതായിട്ട് കിട്ടിയ പണം 39.6 ബില്യൺ വോൺ. അതില് ഓരോരുത്തർക്കും കിട്ടാൻ പോകുന്നത് 660 മില്യൺ വോൺ വെച്ചാണ്. പിഗ്ഗി ബാങ്കിലേക്ക് പണം വന്ന് വീഴാൻ തുടങ്ങിയതും വീണ്ടും സകലതിന്റെ കണ്ണ് മഞ്ഞളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഗെയിം ഇനി വേണോ വേണ്ടോ എന്നുള്ള വോട്ടിംഗ് ടൈം ആണ്. എന്നാൽ അതിന്റെ ഇടയിലേക്ക് നമ്മുടെ സിയോങ് വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. എന്തിനാ എന്നെ മാത്രം കൊല്ലാതെ വിട്ടത്? പറയടാ, നീ എന്താ എന്നെ മാത്രം കൊല്ലാതെ വിട്ടത്? ഗാർഡ്സിന്റെ കയ്യിലുള്ള തോക്ക് വാങ്ങി തന്റെ നെറ്റിയിലേക്ക് ചൂണ്ടി അവൻ ബഹളം വെക്കാൻ തുടങ്ങിയതും മറ്റ് ഗാർഡ്സുകൾ ഓടി വന്ന് സിയോങ്ങിനെ പിടിച്ചു വെക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം CCTV വഴി നമ്മുടെ ഫ്രണ്ട്മാരോടിരുന്ന് കാണുന്നുണ്ട്. അങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കുമ്പോഴാണ് അയാൾക്കൊരു കോള് വരുന്നത്. ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ്റ്റൻ ആയിരുന്നു. ഞങ്ങളിപ്പോ തിരികെ പോർട്ടിൽ വന്നിട്ടുണ്ട്. പുതിയൊരു ഡ്രോൺ ഓപ്പറേറ്ററെ കണ്ടുപിടിച്ച ശേഷം വീണ്ടും തിരികെ കടലിലേക്ക് തന്നെ വരും. ഗെയിം തീരുന്നത് വരെ അവർ ഈ ഐലൻഡ് കണ്ടുപിടിക്കാൻ പാടില്ല. ശരി, പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയാൽ എന്ത് ചെയ്യും? മറുപടി പറയാനായിട്ട് ഫ്രണ്ട്മാൻ ഒരു നിമിഷത്തേക്കൊന്ന് ആലോചിക്കുന്നു. കാരണം ആ കൂട്ടത്തില് അയാളുടെ ബ്രദർ ഉള്ളതല്ലേ. പക്ഷേ ഗെയിമിലേക്ക് വരുമ്പോൾ എന്ത് ബന്ധം? എല്ലാവരെയും കൊന്നുകളഞ്ഞേരെ, ആ പോലീസ് ഓഫീസർ ഉൾപ്പെടെ. അത്രയും പറഞ്ഞ് അയാൾ കോള് കെട്ടിയിരുന്നു. അതേസമയം ഇവിടെ വോട്ടിംഗ് തുടങ്ങിയിരിക്കുകയാണ്. ആദ്യം വോട്ട് ചെയ്യേണ്ടതും പ്ലെയർ 456 ആണ്. അതായത് സിയോങ്. പക്ഷേ അവനാണെങ്കിൽ ഇരിക്കുന്നിടത്ത് നിന്നും ഒന്ന് അനങ്ങിയത് കൂടിയില്ല. അതുകൊണ്ട് തന്നെ ആ വോട്ടങ്ങ് അസാധുവാക്കി കളഞ്ഞു. നെക്സ്റ്റ് ഒരു ലേഡിയാണ് വോട്ട് ചെയ്യാൻ വരുന്നത്. ഏത് ബട്ടണിൽ ഞെക്കണം ണമെന്ന് അവർക്ക് ആകെ ഒരു കൺഫ്യൂഷൻ. പേടിക്കാതെ വോട്ട് ചെയ്യ്, നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. പിറകിൽ നിൽക്കുന്നവരിൽ നിന്നും നല്ലൊരു മോട്ടിവേഷൻ കിട്ടിയതും അവർ പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്യുന്നു. പക്ഷേ ബ്ലൂ ബട്ടൺ ആണെന്നേ ഉള്ളൂ. ഇത്രയും പണം കണ്ടപ്പോഴേക്കും കണ്ണങ്ങ് മഞ്ഞളിച്ചു പോയി. ഇതേ സമയം നമ്മുടെ ഫ്രണ്ട്മാൻ നേരെ വരുന്നത് ഗെയിം ഹെഡിന്റെ അടുത്തേക്കാണ്. ഇതുവരെ 27 ഗാർഡ്സും 8 മാനേജറും മരണപ്പെട്ടു. മരിച്ചുപോയ ഗാർഡ്സിന് പകരം വർക്കേഴ്സിനെ കൂട്ടിക്കൊണ്ടുവാ. ഡാമേജ് ആയ സ്ഥലങ്ങൾ പെട്ടെന്ന് റെഡിയാക്കണം. VIPs വരാറായിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ മരിച്ച പ്ലേയേഴ്സിനെ എല്ലാം കത്തിച്ചു കളയുകയാണ്. കൂട്ടത്തില് ആ കുട്ടിയുടെ അച്ഛനുണ്ട്.
എന്നാൽ നേരത്തെ പ്ലാൻ ചെയ്ത പ്രകാരം ആ പെട്ടി നേരെ പോയത് സർജറി റൂമിലേക്കാണ്. അവിടേക്ക് നമ്മുടെ മിന്നിനെ കൊണ്ട് പോവുകയാണ് മറ്റേ ഗാർഡ്. നമ്മളെ രണ്ടും ഒരേ ടീമാണെന്നല്ലേ നീ പറഞ്ഞത്? അപ്പോ പിന്നെ പരസ്പരം അടുത്തറിയാനായിട്ട് നമുക്കൊരു ഡേറ്റിന് പോയാലോ? ആദ്യം ഇവിടുത്തെ ഗെയിം എല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങട്ടെ, അതിനുശേഷം പോകാം. ഇപ്പോ എന്നെ സർജറി റൂമിലേക്ക് കൊണ്ടുപോ. ശരി, അങ്ങനെ ആയിക്കോട്ടെ. അതും പറഞ്ഞ് അവളുമായിട്ട് അയാൾ ആ റൂമിലേക്ക് നടക്കുന്നു. ചുമ്മാ ഒന്ന് പഞ്ചാരയിടയ്ക്ക് നോക്കിയതാണ്, പക്ഷെ ഒത്തില്ല. ഇവിടെയാണെങ്കിൽ വോട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ പോലെ തന്നെ ഓറ്റിയുമാണ് ജയിച്ചതും. സിയോങ് നേരത്തെ പ്രശ്നമുണ്ടാക്കിയില്ലേ, അത് കാരണം അവന്റെ കയ്യിൽ വിലങ്ങിട്ട് ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. എന്തൊക്കെയായിരുന്നു. അവസാനം കൂടെയുള്ളവന്മാര് ചത്തത് മിച്ചം. വീണ്ടും ചൊറിയാനായിട്ട് അപ്പം പിന്നെയും വന്നിട്ടുണ്ട്. എന്തായാലും ഇവൻ കാരണം കുറെ എണ്ണം ചത്തത് കൊണ്ട് ആ പൈസ കൂടി നമുക്ക് കിട്ടി. അതുകൊണ്ട് വോട്ടിംഗിൽ നമ്മൾ ജയിച്ചു. സൂപ്പർ മോനെ. സമ്മാനമായിട്ട് അവൻ എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുത്തേ. എല്ലാവരും സിയോങ്ങിനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. പക്ഷെ അവനാണെങ്കിൽ ഒരു പ്രതികരണവുമില്ലാതെ പാവ കണക്കിയിരിക്കുവാണ്. അന്നേരമാണ് ഒന്ന് കൊഴുപ്പിക്കാനായിട്ട് നമ്മുടെ കാക്കാത്തി ശേഷിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. ഡാ പൊട്ടാ, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, നീ ആയിട്ടല്ല ഇവിടേക്ക് വന്നത്. നിന്നോട് പ്രതികാരം തീർക്കാനായിട്ട് പ്രതികാരദാഹികളായ ആത്മാക്കൾ നിന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. ഇപ്പോ നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നീ കൊന്ന നിന്റെ കൂട്ടുകാരുടെ നിലവിളികൾ കേൾക്കുന്നുണ്ടോ? നിന്റെ മരണം വരെ ആ ശബ്ദം നീ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. ചേച്ചി കത്തി കേറുവാണ്. ഒടുക്കം ശല്യം സഹിക്കാൻ കഴിയാതെ വന്നതും അവൻ ആ ചേച്ചിയുടെ കൊങ്ങ കയറിയ ഒരൊറ്റ പിടുത്തം. കൂടെയുള്ളവര് പിടിച്ചു വരച്ച് മാറ്റിയത് കൊണ്ട് രക്ഷപ്പെട്ടു. വല്ല കാര്യമുണ്ടായിരുന്നോ? ഇതേ സമയം ആ കുട്ടിയുടെ അച്ഛനെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ടേബിളിന് പുറത്തേക്ക് കയറ്റി കിടത്തിയിരിക്കുകയാണ്. നല്ലൊരു ബോഡി കിട്ടിയതിന്റെ സന്തോഷത്തിലിരിക്കുമ്പോഴാണ് നമ്മുടെ മിന്നും ആ ഗാർഡും കൂടി റൂമിലേക്ക് കയറി വരുന്നത്. പേടിക്കണ്ട, ഇനി നമ്പർ 11 നമ്മുടെ ആളാണ്. അവള് തന്ന സമ്മാനമായി കിടക്കുന്നതും. എന്നാൽ ബാക്കിയുള്ളവർക്ക് അത് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. ഇവളെ എന്തിനാ ഇവിടേക്ക് കൊണ്ടുവന്നത്? നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് അല്ലേ, അപ്പോ നമുക്കിടയിലെ രഹസ്യങ്ങളൊന്നും പാടില്ല. മിന്നിനെ കൊണ്ടുവന്നത് മറ്റുള്ളവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ലെങ്കിലും ആരും എതിർത്ത് പറഞ്ഞില്ല. അങ്ങനെ അവര് സർജറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. കീറാനായിട്ട് കത്തി നെഞ്ചിലേക്ക് വെച്ചതും കൂടെയുള്ളവന്റെ മൂക്കിനിട്ടൊരു പഞ്ചു കൊടുത്തുകൊണ്ട് അവള് പെട്ടെന്ന് തന്നെ തോക്കെടുത്തുകൊണ്ട് സകലതിനെ വെടിവെച്ചിടുന്നു. മിന്ന് പണ്ട് നോർത്ത് കൊറിയൻ ആർമിയിലായിരുന്നല്ലോ, അത് കാരണം ആർക്കും അവളുടെ വേഗതയെ തോപ്പിക്കാൻ പറ്റിയില്ല. സകലതിനെ കൊന്നതല്ലേ. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ ഡോക്ടറാ, ഇവരുടെ ടീമല്ല ഞാൻ. ഇവന്റെ ജീവൻ രക്ഷിക്കാൻ നോക്ക്, ഇവൻ എന്തെങ്കിലും പറ്റിയാൽ കൊന്നു കളയും ഞാൻ. മിന്നിന്റെ ഭീഷണിയിൽ പേടിച്ച് അയാൾ വേഗം അവനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പൊ ഇവിടെ പ്ലേയേഴ്സിനെല്ലാം ഫുഡ് കൊടുക്കുന്ന സമയമാണ്. ജൂൻഹി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞത് മുതൽ മ്യൂങ് അവളെ എക്സ്ട്രാ കെയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. സിയോങ് ആണെങ്കിലോ ഇപ്പോഴും തന്റെ കൂട്ടുകാരൻ മരിക്കാൻ താനാണ് കാരണം എന്ന് കരുതി ആകെ ഡിപ്രഷൻ അടിച്ചിരിപ്പാണ്. ഇതെല്ലാം കണ്ട റോസിനും ആകെ കുറ്റബോധം തോന്നുന്നു. എന്നോട് ക്ഷമിക്കണം, ആ ബുള്ളറ്റുകൾ ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. നീ എന്തിനാ ക്ഷമ ചോദിക്കുന്നത്? ഇതെല്ലാം ദേഹുവിന്റെ തെറ്റാ, ഞങ്ങള് കണ്ടതാ. ബുള്ളറ്റുമായിട്ട് പുറത്തേക്ക് പോകാൻ നിന്നവൻ പെട്ടെന്ന് തറയിലേക്ക് ഇരുന്നു. റോസ് വന്നപ്പോഴേക്കും ഗാർഡ്സ് എല്ലാം കൂടി ഉള്ളിലേക്ക് വന്നു. അതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റാഞ്ഞത്. ഇത് കേട്ടതും അത്രയും നേരം മിണ്ടാതിരുന്ന സിയോങ് തിരിഞ്ഞ് മൂലയിലിരുന്ന് ഫുഡ് കഴിക്കുന്ന ദേഹുവിനെ ഒരു നോട്ടം നോക്കും. അവനാണെങ്കിൽ ഇതൊന്നും അറിയാതെ ഒടുക്കത്ത തീറ്റയും. അടുത്തതായിട്ട് ഹോങ്ജുവിനെയാണ് കാണിക്കുന്നത്. ആ ദ്വീപ് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ തീരൂ എന്നുള്ളത് കൊണ്ട് ഉറക്കം പോലും ഇല്ലാതെയുള്ള ജോലിയിലാണ്. അപ്പോഴാണ് നമ്മുടെ ചോയ് അങ്ങോട്ടേക്ക് വരുന്നത്. ഞാൻ വന്നത് ഒരു കാര്യം പറയാനാ. നമ്മുടെ ക്യാപ്റ്റന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്ത് സംശയം? അതെന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രിയിൽ ഒരു ശബ്ദം കേട്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. മാത്രമല്ല ആളുടെ കയ്യിലൊരു സ്ക്രൂ ഡ്രൈവറും. ആ സമയത്ത് എന്തിനാ സ്ക്രൂ ഡ്രൈവറും കൊണ്ട് അവിടെ വന്നത്? അത് ചിലപ്പോ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരുന്നതാണെങ്കിലോ, അല്ലെങ്കിൽ നീ പറഞ്ഞതുപോലെ ശബ്ദം കേട്ടിട്ട് ഒരു സേഫ്റ്റിക്ക് എടുത്തതായിരിക്കും. പക്ഷെ എന്നാലും ആ ഡ്രോൺ ഓപ്പറേറ്റർ കാണാതെ പോയതിനെ ക്യാപ്റ്റനാണ് കാരണമെന്നാണോ നീ പറയുന്നത്? ആ അതെ, എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. അതൊക്കെ വെറും നിന്റെ തോന്നലാ. എന്റെ ജീവൻ രക്ഷിച്ച മനുഷ്യനാണത്. 2 വർഷമായിട്ട് ആ ദ്വീപ് കണ്ടുപിടിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ശരിയായിരിക്കും. എന്നാലും ഇന്നലെ ക്യാപ്റ്റന്റെ കൂടെ ആ സമയത്ത് നീ അവിടെ ഉണ്ടായിരുന്നതല്ലേ? അപ്പോ നിന്നെ സംശയിക്കണ്ടേ? ഹോങ്ജുവിന്റെ ആ ഒരു ചോദ്യത്തില് ചോയുടെ വായടഞ്ഞു പോയി. അത് കാരണം ആള് പിന്നെ ഒന്നും മിണ്ടിയതുമില്ല. വെറുതെ എന്തിനാ? ഇവിടെ നമ്മുടെ സിയോങ്ങിനാണെങ്കിൽ ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. എല്ലാം നീ കാരണമാടാ മന്ദബുദ്ധി. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഉറങ്ങിക്കിടക്കുന്ന ദേഹുവിനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇതേപോലെ പിച്ച് പെയ്യും പറയാണവൻ. നേരം വെളുത്ത് ഉറക്കം എഴുന്നേൽക്കുന്ന ദേഹു കാണുന്നതാണെങ്കിലോ സിയോങ്ങിന്റെ തുറച്ചു നോട്ടവും അവനെ അത് ശരിക്കും പേടിപ്പിക്കുന്നുണ്ട്. തന്റെ കയ്യിലെ തെറ്റുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അങ്ങനെ 4ാമത്തെ ഗെയിമിലുള്ള സമയമായിരിക്കുകയാണ്. അതിനുവേണ്ടി പ്ലേയേഴ്സ് എല്ലാം സ്റ്റെപ്പുകൾ കയറുന്ന സമയത്താണ് മുന്നിലുള്ള കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടുന്നത്. എന്താണെന്ന് വെച്ചാൽ നേരത്തെ സിയോങ്ങിനോടൊപ്പം ചേർന്ന് ഗെയിമിനെതിരെ ഫൈറ്റ് ചെയ്ത ആൾക്കാരില്ലേ, അവരുടെ ഡെഡ് ബോഡികൾ മുഴുവനും കെട്ടി തൂക്കിയിട്ടേക്കുന്നു. കൂട്ടത്തിലൊരു അനൗൺസ്മെന്റ്.
അനൗൺസ്മെന്റും. ഗെയിമിന്റെ റൂൾസിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാവരുടെ അവസ്ഥ ഇതായിരിക്കും. ഇതും കൂടിയായതും സിയോങ്ങിന് ദേഹുവിനോടുള്ള ദേഷ്യം ഒന്നും കൂടി കൂടുന്നു. ഇപ്പൊ അവനെ കയ്യിൽ കിട്ടിയാൽ അരച്ചു കലകി കുടിക്കും പോലെയാണ് നിൽപ്പ്. ഇവിടെയാണെങ്കിൽ ഇതേ സമയം കുഞ്ഞിന്റെ അച്ഛന്റെ മുറിവൊക്കെ ഡ്രസ് ചെയ്തിട്ടുണ്ട്. ബ്ലഡ് കുറെ പോയി, അതുകൊണ്ട് ബ്ലഡ് വേണം. പക്ഷേ ഇവിടെ അത് കിട്ടില്ലല്ലോ, എന്റെ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണ്, അതുപോലെ. അങ്ങനെ മിന്ന് അവളുടെ ബ്ലഡ് അവന് വേണ്ടി ഷെയർ ചെയ്യുന്നു. ഇവിടെ പ്ലേയേഴ്സ് എല്ലാവരും ഗെയിം നടക്കുന്ന ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. ഗെയിം കളിക്കാനായിട്ട് 2 ടീമായിട്ട് തിരിയണം. അതിനുവേണ്ടി ഒരു ഗ്ലാസ് ബൗളിലായിട്ട് റെഡും ബ്ലൂവും കളറുള്ള കുറെ ബോൾസ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർ വന്ന് അതിലുള്ള ഒരു സ്വിച്ച് ഞെക്കുമ്പോൾ ഏത് കളറുള്ള ബോളാണ് വരുന്നത് ആ ബോൾ എടുക്കണം. റെഡ് ബോൾ കിട്ടുന്ന ഒരു റെഡ് ടീമിലും ബ്ലൂ ബോൾ കിട്ടുന്ന ഒരു ബ്ലൂ ടീമിലും. അങ്ങനെ 2 ടീമായിട്ട് പിരിഞ്ഞതും എല്ലാവർക്കും ഒരു ബോക്സ് വെച്ച് കൊടുക്കുന്നു. ബ്ലൂ ടീമിലുള്ളവർക്കെല്ലാം ഒരു കീ ആണ് കിട്ടുന്നത്. റെഡ് ടീമിനാണെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തിയും. ഇതെന്തിനാ ഈ താക്കോൽ? നിങ്ങൾക്ക് കിട്ടിയ താക്കോൽ ഇവിടെയുള്ള ഡോറുകളുടെ താക്കോലാണ്. ഈ കീ യൂസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ കാണുന്ന ഡോർ തുറക്കാൻ സാധിക്കും. പക്ഷേ ഒരു തവണ ഡോർ തുറന്നാൽ പിന്നെ അത് അടയ്ക്കാൻ സാധിക്കില്ല. അതുപോലെ ടീം റെഡ്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന കത്തി വെച്ച് ടീം ബ്ലൂവിലുള്ളവരെ അറ്റാക്ക് ചെയ്യാം. പക്ഷേ സ്വന്തം ടീമിലുള്ളവരെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇതെന്തൊരു അന്യായമാണ്. ഞങ്ങളുടെ സംരക്ഷണത്തിന് ഒരു ഷീൽഡ് പോലും തന്നിട്ടില്ല. ഈ ഒരു താക്കോൽ മാത്രം വെച്ച് ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടാനാ? ഇത് എവിടുത്തെ ന്യായമാ? അത് കൊള്ളാലോ. നിങ്ങൾക്കുള്ള താക്കോൽ വെച്ച് നിങ്ങൾ കഥ തുറന്ന് ഈസി ആയിട്ട് രക്ഷപ്പെടും. അപ്പോ നിങ്ങൾക്കല്ലേ ഈ ഗെയിം ഈസി? 2 ടീമും കൂടി പരസ്പരം ബഹളം വെക്കാൻ തുടങ്ങി. ഗെയിം തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒരു അവസരം കൂടി ഞങ്ങൾ തരുവാണ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റോൾ ഇഷ്ടമായില്ലെങ്കിൽ ഗെയിം തുടങ്ങുന്നതിന് മുന്നേ എതിർ ടീമിലുള്ള ആരുടെ സ്ഥാനത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറാവുന്നതാണ്. പക്ഷേ എതിർ ടീമിലുള്ള ആള് സമ്മതിക്കണം. ഗെയിം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ടീം മാറാനും സാധിക്കില്ല. ഇത് കേട്ടത് ബ്ലൂ ടീമിനാണ് കൂടുതൽ സന്തോഷമായത്. അവരാണല്ലോ മരിക്കേണ്ടവർ. അങ്ങനെ ബ്ലൂ ടീമിലുള്ളവർ റെഡ് ടീമിലുള്ള പലരോടും ചെന്ന് ടീം മാറാൻ വേണ്ടി കാല് പിടിക്കാൻ തുടങ്ങി. മ്യൂങ്കിന് ബ്ലൂ ടീമാണ് കിട്ടിയത്, യൂൻഹി റെഡ് ടീമും. അവൻ ടീം മാറാനായിട്ട് അവളെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നു. നീ ആ കത്തിങ് എനിക്ക് താ, നമ്മൾക്ക് 2 പേർക്ക് രക്ഷപ്പെടാൻ അതേ ഉള്ളു മാർഗം. ഈ കത്തി വെച്ച് എന്തായാലും നിനക്ക് ആരെയും കൊല്ലാൻ പറ്റില്ല, അതുകൊണ്ട് കത്തി എനിക്ക് താ. ഞാൻ എങ്ങനെയെങ്കിലും നിന്നെ നിന്ന് രക്ഷിക്കാം. എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ആരെ വേണമെങ്കിലും കൊല്ലാൻ ഞാൻ തയ്യാറാണ്, അതുകൊണ്ട് നിന്റെ സഹായം വേണ്ട. മ്യൂങ്ക് എന്തൊക്കെ പറഞ്ഞു നോക്കിയിട്ടും യൂൻഹി അതിനൊന്നും സമ്മതിച്ചില്ല. ഇവിടെയാണെങ്കിൽ അമ്മ റെഡ് ടീമിലും മോൻ ബ്ലൂ ടീമിലും. ഇല്ല ഇല്ല ഇല്ല, നിനക്ക് ആരെയും കൊല്ലാൻ പറ്റില്ല. അപ്പോ അമ്മയോ? അമ്മയ്ക്ക് കൊല്ലാൻ പറ്റുമോ? അതുകൊണ്ട് കത്തി എനിക്ക് താ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. പറഞ്ഞ് ഒടുക്കം അമ്മ മകന് വേണ്ടി റെഡ് ടീം മാറി ബ്ലൂ ടീമിലേക്ക് ചേരുന്നു. നമ്മുടെ ദേഹുവിന് കിട്ടിയത് ബ്ലൂ ടീമാണ്, സിയോങ്ങിന് റെഡ് ടീമും. ആ നിമിഷം മുതൽ ആകപ്പാടെ പേടിച്ച് നടക്കുകയാണ് അവൻ. ഗെയിം തുടങ്ങിക്കഴിഞ്ഞാൽ സിയോങ് തന്നെയായിരിക്കും ടാർഗറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് അവന് നല്ല ഉറപ്പാണ്. അത് കാരണം ടീം മാറാനുള്ള നെട്ടോട്ടത്തിലാണ് പുള്ളിക്കാരൻ. പക്ഷെ ആരും മാറിക്കൊടുക്കാൻ തയ്യാറല്ല. അവൻ നോക്കുമ്പോൾ സിയോങ് അവനെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കിയിരിപ്പുണ്ട്. അവസാനം ദേഷ്യം വന്നതും അവൻ നേരെ സിയോങ്ങിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. തന്റെ പ്രശ്നം എന്താ? എന്തിനാ എന്നെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? എല്ലാത്തിനും കാരണം ഞാനാണെന്നാണോ? എല്ലാത്തിനും കാരണം നീയാടാ. നിന്റെ പൊട്ട പ്ലാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതും. സിയോങ്ങിന്റെ കുത്തിനെ പിടിച്ച് ദേഹു ദേഷ്യപ്പെട്ടെങ്കിലും അവനൊന്ന് അനങ്ങിയത് പോലുമില്ല. ഒടുക്കം ഗാർഡ്സ് വന്ന് ദേഹുവിന് നേരെ തോക്ക് ചൂണ്ടിയത് അവൻ അടങ്ങുന്നു. അപ്പോഴും സിയോങ് ആണെങ്കിൽ അതേ നോട്ടം തന്നെ. ഇവിടെയാണെങ്കിൽ പുതിയൊരു ഡ്രോൺ ഓപ്പറേറ്റർ കിട്ടിയതും ഹോങ് ജോൺ ടീംസും വീണ്ടും അന്വേഷണത്തിനായിട്ട് പുറപ്പെടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ചോയ് മാത്രം വന്നിട്ടില്ല. നീ ഇതെവിടെയാ? ഞങ്ങൾ പുറപ്പെടാൻ പോകുവാ. ഞാൻ വരുന്നില്ല, എനിക്കിവിടെ ചെറിയൊരു ജോലിയുണ്ട്. എന്ത് ജോലി? ഇന്നലെ രാത്രിയിൽ പറഞ്ഞ കാര്യമാണോ? അതെ, അത് തന്നെ. എന്റെ മനസ്സ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്റെ രീതിയിലൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ. അതുവരെ ആ ക്യാപ്റ്റനെ ഒന്ന് സൂക്ഷിച്ചോ. പറഞ്ഞുകൊണ്ട് ചോയ് കോള് കട്ട് ചെയ്യുന്നു. ഇപ്പൊ ഹോങ്ജുന്റെ മനസ്സിലും ക്യാപ്റ്റനെ കുറിച്ച് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചോയ് എന്തിയെന്നുള്ള ക്യാപ്റ്റന്റെ ചോദ്യത്തിന് അവന് വീട്ടിൽ എന്തോ അത്യാവശ്യ കാര്യം വന്നതുകൊണ്ട് പോകേണ്ടി വന്നു എന്നൊരു കള്ളവും പറയുന്നു. അത് കാരണം ചോയ് ഇല്ലാതെ ബാക്കി എല്ലാവരും അവിടുന്ന് പുറപ്പെടുകയാണ്. ഇവിടെ ഗെയിം തുടങ്ങാറായിട്ടുണ്ട്. ആദ്യം ബ്ലൂ ടീമിലുള്ള പ്ലേയേഴ്സ് പോയി ഒളിക്കണം. അതിനുശേഷമാണ് റെഡ് ടീമിലുള്ള പ്ലേയേഴ്സ് പിടിക്കാനായിട്ട് വരുന്നതും. ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം കളിക്കുന്നത് പോലെ. അങ്ങനെ ബ്ലൂ ടീമിലുള്ള ഓരോരുത്തരായിട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് യൂൻഹി മനസ്സ് മാറി തന്റെ കത്തിയും കോട്ടും മ്യൂങ്കിന് കൊടുക്കുന്നത്. നിന്നെ ഞാൻ വിശ്വസിക്കുവാ, തീർച്ചയായിട്ടും ഞാൻ നിന്നെ തേടി വരും. അങ്ങനെ ഗെയിം തുടങ്ങുന്നു. പ്ലേയേഴ്സ് എല്ലാം അകത്തേക്ക് എത്തിയതും ഒരു അനൗൺസ്മെന്റ് വരുന്നു. എന്താണെന്ന് വെച്ചാൽ വെറും 2 മിനിറ്റ് മാത്രമേ ഒളിക്കാൻ സമയമുള്ളൂ. 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇവരെ പിടിക്കാൻ വേണ്ടി റെഡ് ടീം ഉള്ളിലേക്ക് വരും. അതിനു മുന്നേ ഒളിച്ചോണം. അനൗൺസ്മെന്റ് കഴിഞ്ഞതും സകല എണ്ണവും വെപ്രാളത്തോടെ ഓടി ഒളിക്കാൻ തുടങ്ങി. യൂൻഹി പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് വേഗത്തിൽ ഓടാൻ ഒളിക്കാനൊക്കെ പാടാണ്. അത് കാരണം മുത്തശ്ശിയും യൂൻഹിയും റോസും ഒരു ടീമായിട്ടാണ് പോകുന്നത്. റെഡ് ടീമിന് അകത്തേക്ക് കയറേണ്ട സമയമാകാറായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ കഞ്ചാവ് മ്യൂങ്കിന്റെ അടുത്തേക്ക് ടീം കൂടാനായിട്ട് വരുന്നത്. നമുക്കൊരു ടീമായാലോ? എന്തായാലും എന്നെ വന്ന് കൊന്നൊന്ന് പറഞ്ഞ് ആരും നിന്ന് തരില്ല. കയ്യിൽ കിട്ടുന്ന സകലം വെച്ച് അവന്മാർ നമ്മളെ ആക്രമിക്കും. അതുകൊണ്ട് ടീമായിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ആലോചിച്ചു നോക്കിയപ്പോൾ അത് ശരിയാണെന്ന് മ്യൂങ്കിന് തോന്നി. അങ്ങനെ 2 പേരും കൂടി ഒരു ടീമാകുന്നു. കൃത്യം 2 മിനിറ്റ് കഴിഞ്ഞതും റെഡ് ടീം മുഴുവനും
മുഴുവനും കയ്യിലെ കത്തിയുമായിട്ട് ഉള്ളിലേക്ക് കയറാൻ തുടങ്ങി. കൊന്നു തള്ളാൻ വല്ലാത്തൊരു ആവേശമായിരുന്നു എല്ലാവർക്കും. എന്നാൽ ഇത്തവണ സിയോങ്ങിലും അതേ ആവേശം തന്നെയാണ്. എല്ലാത്തിനും കാരണം നീയാടാ. അതും പറഞ്ഞ് തന്റെ കത്തിയുമായിട്ട് കൊലവെറിയോടെ ദേഹുവിനെ കൊന്നു തള്ളാനായിട്ട് ഉള്ളിലേക്ക് പോവുകയാണ് സിയോങ്ങും. ആ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ എപ്പിസോഡ് തീരുന്നത്. രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ആ കുട്ടിയുടെ അച്ഛന് ബോധം വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അടുത്ത സെക്കൻഡിൽ തന്നെ മിന്ന ഡോക്ടറെ ഒറ്റ ഒടിക്കാൻ കൊന്നുകളഞ്ഞു. ശേഷം തന്റെ മാസ്ക് എല്ലാം എടുത്തു വെച്ചുകൊണ്ട് പഴയതുപോലെ മുഖം കാണിക്കാതെയാണ് അയാളുടെ അടുത്തേക്ക് വരുന്നതും. പേടിക്കണ്ട, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതേ സമയം ഇവിടെ ഗെയിം തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. പ്ലേയേഴ്സ് എല്ലാം അകത്തേക്ക് കയറിയതും ഡോർ പുറത്തുനിന്ന് ലോക്ക് ചെയ്യുന്നു. അരമണിക്കൂറാണ് സമയം, അതിനുള്ളിൽ കണ്ടെത്തി കൊല്ലണം. റെഡ് ടീമിലെ എല്ലാവരും തങ്ങളുടെ ഇരയെ തപ്പി പല വഴിക്ക് പോകാൻ തുടങ്ങി. പക്ഷേ നമ്മുടെ സിയോങ്ങിന്റെ ലക്ഷ്യം ഒരേ ഒരാളാണ്, ദേഹു. അവനെ കൊല്ലണമെന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഇപ്പൊ സിയോങ്ങിനുള്ളൂ. നമ്മുടെ പഴയ താനൂസിന്റെ കഴുത്തിൽ കിടന്നൊരു മാലയില്ലേ, ഡ്രഗ്സ് ഒക്കെ സൂക്ഷിച്ചിരുന്ന ഒരു മാല, അതിപ്പോ നമ്മുടെ കഞ്ചാവിന്റെ കയ്യിലാണ്. അവൻ അതിൽ നിന്ന് ഒരെണ്ണെടുത്ത് കഴിക്കുന്നു. ഇത് മ്യൂങ്ക് കാണുന്നുണ്ട്. രണ്ടുപേരുമാണല്ലോ ടീം. ഡ്രഗ്സ് അങ്ങോട്ട് കഴിച്ചതും എവിടെ നിന്നൊക്കെയാണ് അവൻ എനർജി കയറിയതെന്ന് അറിയില്ല. പിന്നെ അങ്ങോട്ടൊരു ആവേശമായിരുന്നു. അങ്ങനെ സകല റെഡ് ടീം മെമ്പേഴ്സും തങ്ങളുടെ ഇരയെ തപ്പി പല വഴിക്ക് ഓടുകയാണ്. പക്ഷേ ഒരു ബ്ലൂ ടീം മെമ്പറെ പോലും കാണുന്നില്ല. നമ്മുടെ സിയോങ്ങും ദേഹവും കണ്ടില്ല എന്ന രീതിയിലാണ് പാസ് ചെയ്തു പോകുന്നത്. നമ്മുടെ അപ്പൂപ്പനാണെങ്കിൽ ജീവനും കൊണ്ടോ ഡെഡാ ഓട്ടം. അങ്ങനെ ഓടുന്ന വഴിക്ക് ഒരു ഡോർ കണ്ടതും ആളുടെ കയ്യിലുള്ള താക്കോല് വെച്ച് തുറക്കാൻ നോക്കിയിട്ട് തുറക്കാൻ പറ്റുന്നില്ല. കാരണം 3 ടൈപ്പ് കീയാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. ഒന്ന് ത്രികോണത്തിന്റെ ഷേപ്പിലും, ഒന്ന് ചതുരത്തിന്റെ ഷേപ്പിലും, മറ്റൊന്ന് വൃത്തത്തിന്റെ ഷേപ്പിലും. ആ താക്കോല് വെച്ച് അതേ ഷേപ്പുള്ള കഥകൾ മാത്രമേ തുറക്കാൻ പറ്റൂ. ഇപ്പോ വൃത്തത്തിന്റെ ഷേപ്പുള്ള താക്കോല് കിട്ടിയ ആൾക്ക് അതേ വൃത്തത്തിന്റെ ഷേപ്പിലുള്ള കഥക് മാത്രമേ തുറക്കാൻ പറ്റൂ. കഥക് തുറക്കാൻ പറ്റാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് മറ്റൊരുത്തൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവന്റെ താക്കോല് വെച്ച് ആ കഥക് ഈസി ആയിട്ട് തുറക്കുകയും ചെയ്തു. അപ്പോഴാണ് നമ്മുടെ അപ്പൂപ്പൻ ആ ഗുട്ടൻസ് അങ്ങോട്ട് പിടികിട്ടിയതും. അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്ന് മറ്റൊരു ട്രയാങ്കിൾ ഷേപ്പുള്ള കഥക് തുറന്ന് അകത്തേക്ക് കയറുന്നു. അതേസമയം തന്നെയാണ് ഒരു റെഡ് ടീം മെമ്പർ അകത്തേക്ക് കയറി വരുന്നത്. അപ്പൂപ്പന്റെ സ്വഭാവം അറിയാലോ, ആള് തനിക്കോണം കാണിച്ചു. കൂടെയുള്ളവനെ കൊലക്കി കൊടുത്തിട്ട് ആള് കഥക് തള്ളി പിടിച്ചേക്കുവാണ്. ഒരു തവണ തുറന്നാ പിന്നെ കഥക് പൂട്ടാൻ പറ്റില്ലല്ലോ. ഇതേ സമയം നമ്മുടെ മുത്തശ്ശിയും യൂൻഹിയും റോസും കൂടി ഒരു കഥക് തുറന്ന് ഉള്ളിലേക്ക് കയറുന്നു. മാത്രമല്ല ഇവര് 3 പേർക്ക് 3 ടൈപ്പ് കീയാണ് കിട്ടിയിരിക്കുന്നത്. അത് കാരണം ഏത് കഥവും ഈസി ആയിട്ട് തുറക്കാനും പറ്റും. ഇതേ സമയം ആ അമ്മയുടെ മകനാണെങ്കിലോ കൊല്ലാനുള്ള ടീമാണെങ്കിൽ പോലും ആ കത്തിയും കൊണ്ട് പേടിച്ചു വരച്ച് നടപ്പാണ്. ആരുടെ മുന്നിൽ ചെന്നുപെട്ടാലും തന്നെ കൊല്ലാൻ വരുന്ന പോലെ പേടിച്ചു വരച്ച് നടപ്പാണ് പുള്ളിക്കാരൻ. നമ്മുടെ മ്യൂങ്കിനും കഞ്ചാവിനും കൂടി തേടി നടന്ന് ഒടുക്കമൊരുത്തിനെ കയ്യിൽ കിട്ടുന്നു. മ്യൂങ്കിനെ കണ്ട് അയാൾ അവനെ അടിച്ചിട്ടിട്ട് പോകാൻ നോക്കിയെങ്കിലും നേരെ കഞ്ചാവിന്റെ കയ്യിലേക്കാണ് ചെന്നുപെട്ടത്. രണ്ടും കൂടി അടിപിടി കൂടുന്നതിന്റെ ഇടയ്ക്ക് മ്യൂങ്ക് പുറകിൽ കൂടി വന്ന് അങ്ങനെ പള്ളക്ക് കത്തി കയറ്റി. പക്ഷെ ആള് ചത്തില്ല. ഒടുക്കം 2 പേരും കൂടി ഒരുമിച്ചാണ് അയാളെ കുത്തിക്കൊന്നതും. കാരണം ആരാണോ കൊല്ലുന്നത് അയാളാണ് ജയിക്കുന്നത്. കഞ്ചാവാണ് കൊല്ലുന്നതെങ്കിൽ അവനായിരിക്കും ജയിക്കുന്നത്, മ്യൂങ്ക് ആണെങ്കിൽ അവനും. പക്ഷേ 2 പേരും ഒരേ ടീമല്ലേ. അങ്ങനെ ഇപ്പോ ഒരാള് മാത്രം ജയിച്ചാൽ മറ്റേ ആൾ കൂടെ നിൽക്കുന്നുണ്ട് എത്ര ഉറപ്പ്. അതുകൊണ്ടാണ് 2 പേരും കൂടെ ഒരുമിച്ച് കുത്തിയതും. പക്ഷേ ഇപ്പോഴും പകുതി ജയമായിട്ടുള്ളൂ. ഇതുപോലെ ഒരാളെയും കൂടെ കൊന്നാൽ മാത്രമേ ഇനി അവർക്ക് ജയിക്കാനും പറ്റൂ. അത് കാരണം അങ്ങേരെ കൊന്ന ശേഷം 2 പേരും കൂടി അടുത്ത ഇരയും തപ്പി ഇറങ്ങി. അവര് പോയതും തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്നും മിൻസു ഇറങ്ങി വരുന്നു. ഒരാളെ കൊല്ലാനുള്ള ധൈര്യമൊന്നും അവനില്ലാന്നറിയാലോ. എന്ത് വേണമെന്നറിയാതെ ആകെപ്പാടെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ കഞ്ചാവിന്റെ കഴുത്തിൽ കിടന്ന മാല അവന്റെ കയ്യിൽ കിട്ടുന്നത്. തുറന്നു നോക്കിയപ്പോൾ 2 ഗുളികയുണ്ട്. അത് ഡ്രഗ്സ് ആണെന്ന് അവനറിയാം. ഇത് കഴിച്ചാൽ ഒരു വെളിവ് കാണില്ല. എന്ത് ചെയ്യാൻ ഒരു ധൈര്യം വരും. നമ്മുടെ കഞ്ചാവും താനോസും ഒക്കെ ഇതൊക്കെ കഴിക്കുന്നത് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അതുപോലത്തെ ധൈര്യം കിട്ടാൻ വേണ്ടി മിൻസും ഒരെണ്ണെടുത്ത് കഴിക്കുന്നു. ഈ സമയം നമ്മുടെ റോസും യൂൻഹിയും മുത്തശ്ശിയും കൂടി എക്സിറ്റ് കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. ഓടുന്ന വഴി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കയറാൻ നോക്കിയതും യൂൻഹി പെട്ടെന്ന് കാല് സ്ലിപ്പായിട്ട് തറയിലേക്ക് വീഴുന്നു. അതും കൃത്യമായിട്ട് ഒരു റെഡ് ടീം പ്ലെയറുടെ മുന്നിലേക്ക്. പക്ഷേ നമ്മുടെ റോസ് മുന്നിൽ നിൽക്കുമല്ലേ, ആള് എക്സ് മിലിറ്ററി ആണ്. അതുകൊണ്ട് തന്നെ അയാളുടെ കയ്യിലുള്ള കത്തി വെച്ച് തന്നെ അങ്ങനെ ഈസി ആയിട്ട് കൊന്നു കളയുന്നു. ശേഷം യൂൻഹിയും മുത്തശ്ശിയുമായിട്ട് വീണ്ടും മുകളിലേക്ക് കയറാൻ തുടങ്ങി. തെറ്റി വീണത് കൊണ്ട് തന്നെ യൂൻഹിയുടെ കാലിന് ചെറിയ ഒടിവ് പറ്റിയിട്ടുണ്ട്. അത് കാരണം നടക്കാൻ കുറച്ച് പാടാണ്. കൂടാതെ പ്രഗ്നന്റ് കൂടിയല്ലേ. അത് കാരണം റോസും മുത്തശ്ശിയും കൂടി അവളെ താങ്ങി പിടിച്ചുകൊണ്ടാണ് നടക്കുന്നതും. ഇതേ സമയം മ്യൂങ്കും കഞ്ചാവും കൂടി ഒരാളെയും കൂടി കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ 2 പേര് പാസ്സായി. പക്ഷേ യൂൻഹിയെ രക്ഷിക്കുമെന്ന് വാക്കു കൊടുത്തതല്ലേ. അത് കാരണം അവിടെ മുഴുവനും അവളെയും തേടി നടക്കാൻ തുടങ്ങി. നീ ആരെയാടാ ഈ അന്വേഷിക്കുന്നത്? ഒരു പെണ്ണുമായിട്ട് പഞ്ചാര അടിക്കുന്നത് കണ്ടല്ലോ, അവളെയാണോ? എന്നാൽ അത് കേട്ടതും മ്യൂങ്ക് അവനോട് ദേഷ്യപ്പെടുന്നു. അവളെ എന്തെങ്കിലും ചെയ്യാവുന്നതിന്റെ മനസ്സിലുണ്ടെങ്കിൽ കൊന്നു കളയും ഞാൻ. എന്തായാലും ആ ഭീഷണി ഏറ്റിട്ടുണ്ട്. നമ്മുടെ സിയോങ് ഇതേ സമയം ദേഹുവിനെ തേടി നടപ്പാണ്. അതിനിടയ്ക്ക് പല ബ്ലൂ ടീം മെമ്പേഴ്സും അവന് മുന്നിൽ പെടുന്നുണ്ടെങ്കിലും അവൻ ആരും ഒന്നും ചെയ്യുന്നില്ല. അവന് ദേഹുവിനെ മാത്രം മതി. ദേഹുവാണെങ്കിൽ ചത്താലും പിടികൊടുക്കില്ലെന്ന പോലെ ഓടടാ ഓട്ടം. അവനറിയാം തന്നെ കയ്യിൽ കിട്ടിയാൽ എന്തായാലും സിയോങ് കൊല്ലുമെന്ന്. പക്ഷേ ഓടി ഓടി മറ്റൊരു റെഡ് പ്ലെയറുടെ മുന്നിൽ ചെന്ന് വിടുന്നു. എന്നാൽ അങ്ങനെ അങ്ങ് ചാവാനൊന്നും ആളെ കൊണ്ട് പറ്റില്ല. അങ്ങേരെ അടിച്ച് ശരിയാക്കിയ ശേഷം അവൻ ആ കത്തി കൈക്കലാക്കുന്നു. ഇതേ സമയം മുത്തശ്ശിയും റോസും കൂടി ഒരു റൂം തുറന്ന് യൂൻഹി അതിനകത്ത് സേഫ് ആയിട്ട് കൊണ്ടിരുത്തുന്നു. അവളെ കൊണ്ട് ഇനി ഒരു അടി നടക്കാൻ പറ്റില്ല. ആ പരുവായിട്ടുണ്ട് കാല്. എന്നാൽ പെട്ടെന്നാണ് അവൾക്ക് പ്രസവ
പ്രസവ വേദന തുടങ്ങിയത്. ഈ അവസരത്തില് അതും കൂടി ആയാലുള്ള അവസ്ഥ എന്തായിരിക്കും? പക്ഷേ പ്രസവിക്കുകയല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. നിമിഷങ്ങൾ കഴിയുന്തോറും അവൾക്ക് വേദന സഹിക്കാൻ പറ്റാതെയായി. ശബ്ദം പുറത്തേക്ക് കേൾക്കാതിരിക്കാനായിട്ട് വായിലൊരു തുണി കടിച്ചു പിടിച്ചിട്ടുണ്ട്. നമ്മുടെ കാക്കാത്തി ചേച്ചിയാണെങ്കിൽ ഇതേ സമയം കൂടെ കുറെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് വഴി ഗണിച്ച് കണ്ടുപിടിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. എക്സിറ്റിലേക്കുള്ള വഴി തനിക്ക് ദൈവം കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞാണ് മുന്നോട്ട് പോകുന്നത്. അത് വിശ്വസിച്ച് കുറെ മണ്ടന്മാര് പുറകെയും നടന്ന് ഒരു റൂമിന്റെ അടുത്ത് എത്തിയതും അതിനുള്ളിലാണ് എക്സിറ്റ് എന്ന് പറഞ്ഞ് കാക്കാത്തി ചേച്ചി ആദ്യം കഥ തുറന്ന് അകത്തേക്ക് കയറുന്നു. എന്നാൽ കേറിയ സ്പീഡിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മ്യൂങ്കും കഞ്ചാവും അതിനകത്തുണ്ടായിരുന്നു. മുന്നിൽ കിട്ടിയ സകലതിനെ കൊന്നു കളഞ്ഞു അവന്മാര്. ഓടിയത് കൊണ്ട് മാത്രം ചേച്ചി രക്ഷപ്പെട്ടു. ഇവിടെ ആ മകനാണെങ്കിൽ പേടിച്ചാണ് ഒരു മുറികളിലും കയറി നോക്കുന്നത്. ഒടുക്കം ജീവനിൽ പേടിച്ചൊളിച്ചിരിക്കുന്ന ഒരു പ്ലെയറെ കാണുകയും ചെയ്തു. എങ്ങനെയായാലും ഒരാളെ കൊന്നാൽ മാത്രമേ തനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റൂ. അത് കാരണം സകല ധൈര്യവും സംഭരിച്ച് അയാളെ കൊല്ലാനായിട്ട് ചെന്നെങ്കിലും അതിനു മുന്നേ അയാൾ അവനെ ആക്രമിക്കുന്നു. അയാൾ ഏകദേശം ആ കത്തി മേടിച്ച് അവനെ കൊന്നില്ല എന്നായതും മറ്റൊരു റെഡ് പ്ലെയർ വന്ന് അയാളെ കൊന്നു കളഞ്ഞത് ഒരുമിച്ചായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അമ്മോ രക്ഷപ്പെട്ടതും. രക്ഷപ്പെട്ടോടിയ കാക്കാത്തി ചേച്ചി നേരെ ചെന്ന് പെടുന്നതാണെങ്കിൽ നമ്മുടെ സിയോങ്ങിന്റെ മുന്നിലാണ്. അവന്റെ ആ ഭാവമെല്ലാം കണ്ട് അവര് ശരിക്കും പേടിച്ചു പോയി. അമ്മ മാതിരിയല്ലായിരുന്നു അവനോട് കുറച്ചു മുമ്പ് പ്രസംഗിച്ചതും. വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്. നീ തേടി നടക്കുന്നത് പ്ലെയർ 388 അവരെ ഞാൻ ഇപ്പൊ കണ്ടതേ ഉള്ളൂ. ദോ അതുവഴി പോയാ മതി, അവിടെ കാണും. സിയോങ്ങിന്റെ ലക്ഷ്യം ദേഹോ മാത്രമല്ലേ? അത് കാരണം ചേച്ചി അങ്ങനെ പറഞ്ഞതും അവൻ അവരെ വിട്ട് ദേഹോനെ തേടി പോകുന്നു. ഹോ ദൈവമേ, നീ രക്ഷിച്ചു. ആ ഒരു ആശ്വാസത്തിൽ നിൽക്കുമ്പോഴാണ് അവരുടെ അടുത്തേക്ക് മിൻസ് വരുന്നത്. ഡ്രഗ് അടിച്ച് ആകെ കിറങ്ങി നടക്കുകയാണ് അവൻ. അവനെ കണ്ടത് പേടിച്ചു പോയി ചേച്ചി പെട്ടെന്ന് റൂമിൽ കയറി കഥ അടയ്ക്കുന്നു. എന്നാൽ ആ റൂമിനകത്തേക്ക് കയറിയതും അവർ ഞെട്ടിപ്പോയി. എന്താന്ന് വെച്ചാൽ ആ റൂമിലായിരുന്നു എക്സിറ്റ് ഉണ്ടായിരുന്നത്. ചേച്ചിയുടെ സന്തോഷം പിന്നെ പറയണ്ടല്ലോ. ദൈവത്തോടൊക്കെ നന്ദി പറഞ്ഞ് ആൾ ഓടിച്ചെന്ന് താക്കോലിട്ട് കഥ തുറക്കാൻ നോക്കുന്നു. പക്ഷേ പണി അവിടെയാണ് കിട്ടിയത്. ഒന്നല്ല 3 താക്കോലിട്ടാലേ കഥ തുറക്കാൻ പറ്റൂ. അതും 3 ആകൃതിയിലുള്ളത്. അപ്പോഴാണ് ചേച്ചിക്കും കാര്യം മനസ്സിലായത്. ഇതേ സമയം നമ്മുടെ അപ്പൂപ്പനാണെങ്കിൽ എങ്ങോട്ട് രക്ഷപ്പെടണമെന്നറിയാതുള്ള നെട്ടോട്ടത്തിലാണ്. അങ്ങനെ ഓടുന്ന വഴിക്കാണ് നമ്മുടെ മ്യൂങ്കും കഞ്ചാവും കൂടി വരുന്ന അപ്പൂപ്പൻ കാണുന്നത്. മുന്നിൽ പെട്ടാ തീർന്നില്ലേ? പെട്ടെന്ന് തോന്നിയൊരു ബുദ്ധിയില് അവിടെ മരിച്ചു കിടന്ന ഒരാളുടെ ബ്ലഡ് എല്ലായിടത്ത് ദേഹത്ത് തേക്കുന്നു. ശേഷം മരിച്ചതുപോലെ അനങ്ങാതൊരു കിടത്തം. കഞ്ചാവ് വന്ന് നോക്കുമ്പോൾ അപ്പൂപ്പൻ മരിച്ചു കിടക്കുമല്ലേ. അതുകൊണ്ട് മാത്രമാണ് പുള്ളിക്കാരെ രക്ഷപ്പെട്ടതും. നമ്മുടെ കാക്കാത്തി ചേച്ചിയാണെങ്കിൽ താക്കോലും തപ്പി ഇറങ്ങിയിട്ടുണ്ട്. മരിച്ചു കിടക്കുന്നവരുടെ ബോഡിയിലെല്ലാം ഓരോ താക്കോലും തപ്പി നടക്കുകയാണ് പുള്ളിക്കാരി. തപ്പി ഒടുക്കം വരുന്നതാണെങ്കിലോ മരിച്ചതുപോലെ അഭിനയിച്ചു കിടക്കുന്ന നമ്മുടെ അപ്പൂപ്പന്റെ മുന്നിലും 2 പേരും ഞെട്ടിപ്പോയി. എന്തായാലും പറ്റിയ 2 ആൾക്കാരാണ് കൂട്ടുകൂടിയിരിക്കുന്നത്. സത്യമായിട്ട് നീ എക്സിറ്റ് കണ്ടുപിടിച്ചോ? ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളാണ് എനിക്ക് ആ വഴി കാണിച്ചു തന്നത്. അതുവഴി ഞാൻ പോകുന്നു, അത്രേ ഉള്ളൂ. അതും പറഞ്ഞ് അപ്പൂപ്പനെ കൂട്ടി ആൾ ആ റൂമിലേക്ക് പോവുകയാണ്. കാരണം വേറൊന്നുമല്ല, അപ്പൂപ്പന്റെ കഴുത്തിലെ 2 താക്കോൽ കിടപ്പുണ്ടേ, അതും 2 ഷേപ്പിലുള്ളത്. കഥകു തുറക്കാൻ അതുപോലെ. ഇതേ സമയം ഇവിടെ യൂൻഹി പ്രസവിച്ചിരിക്കുകയാണ്. മുത്തശ്ശിയാണ് പ്രസവം എടുത്തതും. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു പെൺകുഞ്ഞ്. അതിന്റെ ആ ഒരു സന്തോഷത്തിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു റെഡ് ടീം പ്ലെയർ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. 3 പേരെയല്ലേ ഒരുമിച്ച് കിട്ടിയിരിക്കുന്നത്. അയാളെ യൂൻഹി കുത്താനായിട്ട് വന്നതും പെട്ടെന്ന് റോസ് കയറി തടയുന്നു. പക്ഷേ അവളോട് പൊരുതി നിൽക്കാൻ അയാൾക്ക് പറ്റിയില്ല. രണ്ടും കൂടി അടികൂടി ഒരു മുറിയിലേക്ക് കയറിക്കൊണ്ട് ആ റൂമിൽ വെച്ച് തന്നെ റോസ് അയാളെ കൊന്നുകളയുന്നു. അപ്പൊ ദേ വേറൊരുത്തനും കൂടി അവിടെ നിൽക്കുന്നു. എന്നാൽ റോസിന്റെ ആ നിൽപ്പും ഭാവവും എല്ലാം കണ്ടതും ആൾ സൈലന്റ് ആയിട്ട് അവിടെ നിന്ന് പോയി. വെറുതെ എന്തിനാ? എന്നാൽ തിരികെ പോകാൻ നിൽക്കുമ്പോഴാണ് ആ റൂമിലുണ്ടായിരുന്ന മറ്റൊരു ഡോർ റോസ് ശ്രദ്ധിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് എക്സിറ്റ് ആണ്. ഇതുപോലെ പലയിടത്തുണ്ട് എക്സിറ്റുകൾ. ഇവിടെ ഇപ്പോ 3 താക്കോല് വേണ്ടേ രക്ഷപ്പെടാൻ. അവരുടെ കയ്യിലാണെങ്കിൽ 3 താക്കോലും ഉണ്ട് താനും. അവള് വേഗം കയ്യിലുള്ള 3 താക്കോലും വെച്ച് ഡോർ തുറക്കുന്നു. തുറന്നതും അത് പുറത്തേക്കുള്ള എക്സിറ്റ് ആണെന്ന് കണ്ടതും അവൾക്ക് ഒരുപാട് സന്തോഷമായി. അവള് വേഗം ചെന്ന് സന്തോഷത്തോടെ ഈ വിവരം മുത്തശ്ശിയോടും മ്യൂഹിയോടും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് പിറകിൽ കൂടി വന്ന മ്യൂഗ് അവളെ കുത്തി വീഴ്ത്തുന്നത്. അവൻ റോസിനെ കൊന്നുകളയുന്നു. അതിനുശേഷം മാത്രമാണ് റൂമിലിരിക്കുന്ന യൂൻഹിയെ മുത്തശ്ശി അവൻ കാണുന്നത് പോലും. താൻ ആരെയാണ് കുത്തിയതെന്ന് പോലും അവൻ അറിയില്ല. അവളുടെ കയ്യിലിരിക്കുന്ന തന്റെ കുഞ്ഞിനെ കൂടി കണ്ടതും അവൻ ആകെ ഷോക്കായി പോയി. ഡാ, നീ എന്താ അവിടെ ചെയ്യുന്നത്? ആരെങ്കിലും കിട്ടിയോ നിനക്ക്? ഏയ്, ഇവിടെ ആരുമില്ല, നമുക്ക് പോകാം. അതും പറഞ്ഞ് കഞ്ചാവ് വരുന്നതിന് മുന്നേ തന്നെ അവൻ പെട്ടെന്ന് ഡോർ പിടിച്ചടയ്ക്കുന്നു. മുത്തശ്ശിക്കും യൂൻഹിക്കും റോസിന്റെ മരണം താങ്ങാനായില്ല. പക്ഷെ ഇത് ഗെയിമാണ്, ഇവിടെ ഇങ്ങനെ നടക്കൂ. അങ്ങനെ നമ്മുടെ കാക്കാത്തി ചേച്ചി അപ്പൂപ്പനും കൂടി ആ റൂമിൽ എത്തിയിരിക്കുകയാണ്. എക്സിറ്റ് കണ്ടതും അപ്പൂപ്പൻ ആകെ വണ്ടറടിച്ച് നിൽപ്പുണ്ട്. അപ്പൂപ്പൻ വേഗം തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന 2 താക്കോലും കൊണ്ട് ലോക്ക് മാറ്റുന്നു. ബാക്കിയുള്ള ഒരു താക്കോലും കൂടിയിട്ട് ചേച്ചി ലോക്ക് മാറ്റി ഡോർ തുറന്നതും അപ്പൂപ്പൻ വീണ്ടും തനിക്കുണം കാണിച്ചു. ചേച്ചിയെ പിടിച്ചൊരൊറ്റ തള്ളു, നീ പോയി ചാവടി. അതും പറഞ്ഞ് ഒരു താക്കോലും കൂടി ഊരി മാറ്റിയിട്ട് ആൾ പുറത്തേക്ക് ഇറങ്ങി ഡോർ ക്ലോസ് ചെയ്ത് കളഞ്ഞു. കാക്കാത്തി ചേച്ചിയാണെങ്കിൽ അവിടെ കിടന്ന അപ്പൂപ്പനെ ശാപിച്ചു കൊല്ലുവാണ്. ഇതാണ് കർമ്മ എന്ന് പറയുന്നത്. കൂടെയുള്ളവരെ ചതച്ചു കൊന്നപ്പോൾ ഇങ്ങനെ ഒരു പണി ചേച്ചി സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. അപ്പോഴാണ് നമ്മുടെ മിൻസു വീണ്ടും അങ്ങോട്ടേക്ക് വരുന്നത്. ഡ്രഗ്സ് അടിച്ചത് കാരണം ഒരു വെളിവും ഇല്ലായിരുന്നു അവന്. അത് കാരണം ചേച്ചിയെ കണ്ടിട്ട് അവന് നമ്മുടെ കഞ്ചാവായിട്ടാണ് തോന്നിയത്. തനിക്ക് ഒരു സ്വസ്ഥതയും തരാത്തവൻ. പിന്നെ ഒരു നിമിഷം വൈകിയില്ല, ചേച്ചിയുടെ വയറ്റിനിട്ടൊരു ഒറ്റ കുത്ത്. അതോടെ നമ്മുടെ കാക്കാത്തി ചേച്ചിയുടെ കഥയോടെ അവസാനിക്കുകയാണ്. ഇതേ സമയം സിയോങ്ങിന്റെ കയ്യിൽ പെടാതെ രക്ഷപ്പെടാനുള്ള ഓട്ടത്തിലാണ് നമ്മുടെ ദേഹു. പിടിച്ചില്ല എന്ന രീതിയിലാണ് പല സമയത്തും
സമയത്തും അവന്റെ കയ്യിൽ നിന്ന് ദേഹം വഴുതി പോയതും. എന്നാൽ ഒടുക്കം അവൻ ഒതുക്കത്തിന് കിട്ടുകയും ചെയ്തു. ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യലും, ഞാൻ മറൈൻ ഫോഴ്സിലാണെന്ന് കള്ളം പറഞ്ഞതാ. ഒരു തോക്ക് പോലും പിടിക്കാനുള്ള ധൈര്യം എനിക്കില്ല. ഞാൻ കയ്യിലടിച്ചിരിക്കുന്ന ടാറ്റു വരെ ഫേക്കാ. നിങ്ങളുടെ കൂടെ ചേരാൻ വേണ്ടി കള്ളം പറഞ്ഞതാ ഞാൻ. സത്യമായിട്ടും എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. നീയാണ് എല്ലാത്തിനും കാരണം. നിന്നെ ഞാൻ കൊല്ലും. അതും പറഞ്ഞ് സിയോങ് അവനെ കത്തിയെടുത്ത് കുത്താനായിട്ട് ചെല്ലുന്നു. എന്നാൽ അത്രയും നേരം പാവം പോലിരുന്നവൻ പെട്ടെന്ന് സിയോങ്ങിനെ തിരിച്ചാക്രമിക്കാൻ തുടങ്ങി. എല്ലാത്തിനും കാരണം നീയാടാ. ഗെയിമിൽ നിനക്ക് മാത്രം ജയിക്കാൻ വേണ്ടി എല്ലാവരെയും പ്ലാൻ ചെയ്ത് കൊന്നതല്ലേ നീ? അതുകൊണ്ടല്ലേ നീ മാത്രം ജീവനോട് തിരികെ വന്നതും. അതും പറഞ്ഞ് അവൻ സിയോങ്ങിനെ കുത്താനായിട്ട് വന്നതും സിയോങ് പെട്ടെന്ന് ഒഴിഞ്ഞു മാറുന്നു. പിന്നീട് രണ്ടും കൂടി ഒരു അടിപിടിയായിരുന്നു. സിയോങ്ങിനെ തള്ളിയിട്ടിട്ട് മുകളിലേക്ക് ഓടി അവൻ ആദ്യം കണ്ട ഒരു ഡോർ തുറന്നതും അവിടെ വഴിയുണ്ടായിരുന്നില്ല. അത്രയും ആഴത്തിലുള്ള ഒരു കുഴിയായിരുന്നു അത്. അവിടെ വെച്ച് അവനെ കൈയോടെ പിടിച്ച സിയോങ് ദേഹുവിനെ അടിച്ച് ശരിയാക്കുന്നു. ശേഷം അത്രയും ശക്തിയിൽ അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചങ്ങ് കൊന്നുകളഞ്ഞു. അതേസമയം തന്നെ യൂൻഹിയും മുത്തശ്ശിയും ആരുടെയും കണ്ണിൽപ്പെടാതെ കുഞ്ഞുമായിട്ട് റോസ് പറഞ്ഞ ആ റൂമിലെത്തിയിട്ടുണ്ട്. മുത്തശ്ശി താക്കോല് വെച്ച് ആ റൂം തുറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശിയുടെ മകൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇതുവരെയായിട്ടും അവൻ ആരെയും കൊന്നിട്ടില്ല. യൂൻഹിയെ കണ്ടതും അവൻ കത്തിയുമായിട്ട് നേരെ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. മോനെ, അങ്ങനെ ചെയ്യരുത് അമ്മ, പ്ലീസ് മാറ്. ആരെങ്കിലും കൊന്നില്ലെങ്കിൽ അവരെന്നെ കൊന്നുകളയും. പ്ലീസ് ഒന്ന് മാറമ്മ. അങ്ങനെയാണെങ്കിൽ മോൻ അമ്മയെ കൊന്നോ? ഇനിയും ജീവിച്ചിട്ട് എനിക്ക് എന്ത് പ്രയോജനം കിട്ടാനാ? പക്ഷെ ആ കുഞ്ഞിന് അമ്മയില്ലാതെ ജീവിക്കാൻ പറ്റില്ല മോനെ. പറഞ്ഞുകൊണ്ട് ആ കത്തി പിടിച്ച് മുത്തശ്ശി സ്വയം തന്റെ നേർക്ക് കൊണ്ടുവന്നെങ്കിലും അവൻ പെട്ടെന്ന് തന്റെ അമ്മയെ തള്ളി മാറ്റുന്നു. തന്നെ കൊണ്ട് ഒരിക്കലും തന്റെ അമ്മയെ കൊല്ലാനാകില്ലെന്ന് അവൻ അറിയാം. ശേഷം യൂൻഹിയുടെ അടുത്തേക്ക് ചെന്ന് അവളെ കൊല്ലാനായിട്ട് കത്തി ഉയർത്തിയതും പിറകിൽ കൂടി വന്ന മുത്തശ്ശി തന്റെ ഹെയർ പിന്നൂരി അവനെ ഒരൊറ്റ കുത്ത്. സ്വന്തം മകനാണെങ്കിലും ഇങ്ങനെ ഒരു പാപം ചെയ്യാൻ എങ്ങനെ അനുവദിക്കാനാകും? കുത്തിയത് സ്വന്തം മകനെയല്ലേ, ആ അമ്മയ്ക്ക് എങ്ങനെ സഹിക്കാനാകും? ആ നിമിഷം തന്നെയാണ് ഗെയിമിന്റെ സമയവും തീർന്നത്. ദേഹുവിനെ കൊന്നെങ്കിലും കുറ്റബോധം കൊണ്ട് നീറുകയായിരുന്നു സിയോങ്. എത്ര പേരുടെ ജീവനാണ് താൻ കാരണം നഷ്ടപ്പെട്ടത്. ആ കുറ്റബോധത്തിൽ അവൻ കത്തിവെച്ച് സ്വയം മരിക്കാനായിട്ട് പോയതും അവിടേക്ക് വന്ന ഗാർഡ്സ് അവനെ അതിന് അനുവദിക്കുന്നില്ല. അവര് വേഗം അവനെ അടിച്ച് ബോധം കെടുത്തുന്നു. ആ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ എപ്പിസോഡ് തീരുന്നത്. മൂന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കഴിഞ്ഞ ഗെയിമില് മരിച്ചുപോയ പ്ലേയേഴ്സിന്റെ എല്ലാം ഡെഡ് ബോഡികൾ അവിടുന്ന് മാറ്റുന്നതാണ്. ബ്ലൂ ടീമിലെ ആൾക്കാരെ കൊല്ലാൻ പറ്റാത്ത റെഡ് ടീം മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവരെയെല്ലാം തേടി പിടിച്ച് കൊല്ലുന്നുണ്ട് ഗാർഡ്സ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു റെഡ് ടീം മെമ്പർ തന്നെ കൊല്ലാൻ വന്ന ഒരു ഗാർഡ്സിനെ തിരിച്ചാക്രമിക്കുന്നതും. എന്നാൽ പെട്ടെന്ന് മറ്റൊരു ഗാർഡ് അയാളെ വെടിവെച്ച് വീഴ്ത്തുന്നു. സത്യത്തില് അതൊന്നും ഗാർഡ്സുകളല്ലായിരുന്നു കേട്ടോ. ഈ കളി കാണാനായിട്ട് വന്ന VIP കളാണെല്ലാം. അവർക്കൊക്കെ നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങി ആൾക്കാരൊക്കെ കൊല്ലാനൊരു പൂതി. അതിനുവേണ്ടി ഗാർഡ്സിന്റെ വേഷത്തിൽ വന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡില് മരിക്കാൻ നോക്കിയ സിയോങ്ങിനെ ഗാർഡ്സുകളെല്ലാം കൂടി അടിച്ച് ബോധം കെടുത്തി കൊണ്ടുവന്നിരുന്നല്ലോ. അവനെ വീണ്ടും പഴയതുപോലെ ഹാളിലേക്ക് കൊണ്ടുവന്ന് കയ്യിൽ വിലങ്ങിട്ട് കെട്ടിയിട്ടുണ്ട്. ജയിച്ച ബാക്കിയുള്ളവരും ഗെയിമിന്റെ ആ ഒരു എഫക്റ്റിൽ തന്നെ ഇരിപ്പുണ്ട്. ഇതേ സമയം കഞ്ചാവിന് ഹാളിൽ തിരികെ വന്നപ്പോഴാണ് മാലയില്ലെന്നുള്ള കാര്യം മനസ്സിലായത്. അവൻ വേഗം ഓടി പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും ഗാർഡ്സ് തടയുന്നു. ഗെയിം കളിക്കാൻ നേരം എന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ കളഞ്ഞുപോയി, പ്ലീസ് ഞാൻ അതൊന്ന് പോയി എടുത്തോണ്ട് വന്നോട്ടെ. എന്നാൽ ഗാർഡ്സ് അവനെ വിടാത്തത് കാരണം അവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. ഒടുക്കം തോക്ക് ചൂണ്ടിയപ്പോഴാണ് അടങ്ങിയത്. ഈ സമയത്താണ് നമ്മുടെ മുത്തശ്ശിയും യൂൻഹിയും കുഞ്ഞുവാവയും കൊണ്ട് അകത്തേക്ക് വരുന്നത്. കുഞ്ഞിന്റെ കരച്ചില് കേട്ടതും ആ ഗാർഡ്സ് അടക്കം ഹാളിലുള്ള എല്ലാവരും അവർ അത്ഭുതത്തോടെ നോക്കി നിന്നു. കാരണം യൂൻഹി പ്രഗ്നന്റ് ആയിരുന്നെന്ന് പോലും കുറച്ചു പേർക്കല്ലേ അറിയാറുന്നുള്ളൂ. അങ്ങോട്ട് വെറും കൈയോടെ പോയവൾ തിരികെ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നാൽ ആരും അത്ഭുതപ്പെട്ടു പോയില്ലേ? ഇവിടെ ഇതേ സമയം ആ കുഞ്ഞിന്റെ അച്ഛനൊന്നും ഓക്കെ ആയിട്ടുണ്ട്. നേരത്തെ മിന്നെ കുറെ ഗാർഡ്സിനെ കൊന്നില്ലേ, അതിലെ ഒരാളുടെ യൂണിഫോം എടുത്തിട്ട് കൊണ്ട് മിന്നെ വേഗം അവനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. നീ എന്തിനാ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്? അയാൾക്ക് ചോദിക്കാതിരിക്കാനായില്ല. ജീവൻ വേണമെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ മിണ്ടാതെ അതുപോലെ അനുസരിച്ചോണം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അയാളുമായിട്ട് മിന്നെ നടക്കാൻ തുടങ്ങി. ഇതേ സമയം ഹാളില് കുഞ്ഞ് വിശന്ന് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. മുത്തശ്ശി പറഞ്ഞതനുസരിച്ച് യൂൻഹി വേഗം കുഞ്ഞിന് പാല് കൊടുക്കുന്നു. ഇതെല്ലാം അടുത്തേക്ക് പോകാതെ ദൂരെ മാറിയിരുന്ന് കാണുകയാണ് മ്യൂങ്ക്. ഇത്രയും നേരമായിട്ടും കുഞ്ഞിന്റെ മുഖം പോലും അവൻ കണ്ടിട്ടില്ല. മാത്രമല്ല ഇവിടെയുള്ള ആർക്കും അവനാണ് കുഞ്ഞിന്റെ അച്ഛനൊന്നും അറിയില്ലല്ലോ. അപ്പോഴേക്കും കഴിഞ്ഞ ഗെയിമിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കാനായിട്ട് ഗാർഡ്സ് ഉള്ളിലേക്ക് വരുന്നു. എല്ലാ പ്രാവശ്യത്തെയും പോലെ പിക്കി ബാങ്കിലേക്ക് പണം വന്ന് കുമിഞ്ഞു കൂടാൻ തുടങ്ങി. ഇത് കാണുന്ന ആ ബ്ലൂ ടീം മെമ്പേഴ്സിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. പണം കണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ടീംസ് ആണ്. കഴിഞ്ഞ ഗെയിമില് 35 പ്ലേയേഴ്സ് ആണ് എലിമിനേറ്റ് ആയത്. ഇനി ബാക്കിയുള്ളത് വെറും 25 പ്ലേയേഴ്സ്. അതുകൊണ്ട് ഓരോ പ്ലെയറിനും 1.72 ബില്യൺ വോൺ വെച്ചാണ് കിട്ടാൻ പോകുന്നതും. ഏകദേശം 10.81 കോടി ഇന്ത്യൻ രൂപ. റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞതും അടുത്തതായിട്ട് വീണ്ടും വോട്ടെടുപ്പ് തുടങ്ങി. എല്ലാ തവണയും ഓ ബട്ടൺ പ്രസ് ചെയ്യുന്ന നമ്മുടെ കഞ്ചാവ് ഇത്തവണ അമർത്തിയത് എക്സ് ബട്ടൺ ആണ്. കാരണം ആ ഡ്രഗ് ഇല്ലെങ്കിൽ ഇനി തനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് അവന് നല്ല ഉറപ്പുണ്ട്. പണി കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവൻ എക്സ് ബട്ടൺ ഞെക്കിയതും. എന്നാൽ മിൻസു ആണെങ്കിലോ എല്ലാ തവണയും എക്സ് ബട്ടൺ പ്രസ് ചെയ്യുന്നവൻ ഇത്തവണ ഞെക്കിയത് ഓ ബട്ടൺ. കാരണം ആ ഡ്രഗ് ഇപ്പോൾ അവന്റെ കയ്യിലല്ലേ. ഒരു പക്ഷേ അത് വെച്ച് തനിക്കിനി അടുത്ത ഗെയിം ജയിക്കാൻ പറ്റുന്നുള്ള തോന്നലായിരിക്കാം. അതല്ലെങ്കിൽ ഇത്തവണ പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച കഞ്ചാവിനിട്ട് ഒരു പണി കൊടുക്കണം. അപ്പന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. പുള്ളിക്കാരന് എന്നും ഓസൈഡാണ്. എല്ലാ തവണത്തെ പോലെ പണത്തിന് ആക്രാന്തം പിടിച്ചവരായിരുന്നു കൂടുതലും. അത് കാരണം കൂടുതൽ പേർക്കും ഗെയിം തുടരണമെന്നാണ്. സർ പ്ലീസ് ദയവ് ചെയ്ത് നമുക്ക് ഈ ഗെയിം ഇവിടെ വെച്ച് നിർത്താം.
നിങ്ങളുടെ എല്ലാവരുടെ കാല് പിടിക്കാൻ ഞാൻ. നമുക്ക് ഈ ഗെയിം ഇനി വേണ്ട. ഇനിയിപ്പോ നിങ്ങൾക്ക് കിട്ടിയ പണം മതിയായില്ലെങ്കിൽ ഞാൻ എന്റെ പങ്ക് കൂടി നിങ്ങൾക്ക് തരാം. ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും ഞാൻ പറയുന്നതൊന്ന് കേൾക്കണേ. ഇനിയും ജീവിതം തുടങ്ങിയിട്ടില്ലാത്ത ആ പൊടി കുഞ്ഞിനെയും അതിന്റെ അമ്മയും എങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കുന്നത്? മുത്തശ്ശി എല്ലാവരുടെ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞിട്ടും ഒരാൾ പോലും മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം വളരെ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് VIPs. മുത്തശ്ശിയുടെ കരച്ചിലൊക്കെ കേട്ടിട്ട് അവർക്ക് വല്ലാത്തൊരു ഹരമാണ് തോന്നിയത്. ആര് ചത്താലും ജീവിച്ചാലും അവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. VIPകളെ സംബന്ധിച്ച് എല്ലാം വെറും എന്റർടൈൻമെന്റ് മാത്രം. അടുത്തതായിട്ട് നമ്മുടെ ഹോങ്ചോനെ ടീംസിനെയാണ് കാണിക്കുന്നത്. ഡ്രോണൊക്കെ വെച്ച് അവര് വീണ്ടും തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ചോയുടെ കോള് ഹോങ്ചോനെ തേടി വരുന്നത്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ആയിരുന്നു കാര്യങ്ങള്. ഇവിടെ വന്ന് ഞാൻ ക്യാപ്റ്റനെ പറ്റി അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരാളെ പറ്റി ഇവിടെ ആർക്കും അറിയില്ല. അയാൾ താമസിക്കുന്നു എന്ന് പറയുന്ന ഏരിയയിൽ മാർക്കറ്റിൽ വരെ ഞാൻ ചെന്ന് അന്വേഷിച്ചു നോക്കി. അയാളുടെ പേര് പോലും ആർക്കും അറിയില്ല. അതുകൊണ്ട് അയാളെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അതും പറഞ്ഞ് ചോയ് കോള് കെട്ടിയിരുന്നു. അതോടെ ഹോങ്ചോന് വീണ്ടും ക്യാപ്റ്റന്റെ മേലുള്ള സംശയം ഒന്നും കൂടി. ഇതേ സമയം സർജറി റൂമിലേക്ക് പോയ ഗാർഡ്സിനെ പറ്റി ഒരു വിവരവും ഇല്ലല്ലോ. അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി ടീം ഹെഡ് 2-3 ഗാർഡ്സിനെ സർജറി റൂമിലേക്ക് പറഞ്ഞു വിടുന്നു. എന്നാൽ അവിടെ എത്തി അവർ കാണുന്നത് മരിച്ചു കിടക്കുന്ന ഗാർഡ്സിനെയും ഡോക്ടറെയും. ഇതേ സമയം മിന്ന് ആ കുട്ടിയുടെ അച്ഛനുമായിട്ട് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. കുറെ ഗാർഡ്സ് വരിവരിയായിട്ട് പോകുന്നത് കണ്ടതും അവനോടും ആ ലൈനിൽ കയറി പോകാൻ അവള് പറയുന്നു. കൂടാതെ അവള് നേരത്തെ കൊന്ന ഒരു ഗാർഡിന്റെ റൂമിന്റെ ചാവിയും കൂടി അവന്റെ കൈ കൊടുക്കുന്നു. റൂമിലും സെക്യൂരിറ്റി ക്യാമറയുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം. അങ്ങനെ അയാളും അവരുടെ കൂട്ടത്തിൽ റൂമിലേക്ക് പോകുന്നു. പക്ഷേ മിന്ന മാത്രം ആരും കാണാതെ ഒരു എയർ ഹോൾ വഴി വേറെ എവിടേക്കാണ് പോകുന്നത്. ഇതേ സമയം താഴെ നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് ആ ഹെഡ് വേഗം സെക്യൂരിറ്റി റൂമിലേക്ക് വരുന്നു. CCTV ചെക്ക് ചെയ്തപ്പോൾ എല്ലാ ഗാർഡ്സുകളും അവരുടെ റൂമിലുണ്ട്. പക്ഷേ മിന്നിന്റെ റൂം മാത്രം കാലിയായി കിടക്കുന്നു. അപ്പോൾ തന്നെ ഇതിനെല്ലാം കാരണം അവളാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അയാൾ വേഗം തന്റെ റൂമിലേക്ക് വരുന്നു. എത്രയും പെട്ടെന്ന് നമ്പർ 11 ട്രാക്ക് ചെയ്യാൻ നോക്കണം. ഒരു കാരണവശാലും അവളെ രക്ഷപ്പെടാൻ പാടില്ല. അതും പറഞ്ഞ് അയാൾ അങ്ങോട്ട് തിരിഞ്ഞതും ദേ തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു നമ്മുടെ മീൻ. അയാളൊന്ന് ഞെട്ടി. നിനക്ക് എന്താ വേണ്ടത്? നാളെ എന്നെയും നമ്പർ 60യുടെയും ഇവിടുന്ന് രക്ഷപ്പെടാൻ സഹായിക്കണം. ഇവിടുന്ന് അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അത് നിനക്കും അറിയില്ലേ? VIPs ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. വെറുതെ ശബ്ദവും ബഹളവും ഉണ്ടാക്കി രക്ഷപ്പെടുന്നതിനേക്കാൾ നല്ലത് ആരും അറിയാതെ ഇവിടുന്ന് രക്ഷപ്പെടുന്നതല്ലേ. ഗെയിം മുടങ്ങിയാല് എന്താ സംഭവിക്കുന്ന അറിയാലോ. അവളാ പറഞ്ഞത് കേട്ട് അയാൾ ശരിക്കും പേടിച്ചിട്ടുണ്ട്. VIPs ഉണ്ടായതുകൊണ്ട് തന്നെ ഗെയിം മുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവള് പറഞ്ഞ കാര്യത്തോട് അയാൾ സമ്മതിക്കുന്നു. അന്ന് ഗാർഡ്സിന് ഭക്ഷണമെല്ലാം കൊടുത്ത സമയത്ത് മിന്നിന് കൊടുത്ത ഭക്ഷണത്തിന്റെ കൂടെ ഒരു താക്കോലും കൂടി ഉണ്ടായിരുന്നു. ഇതേ സമയം ഇവിടെ വോട്ടിംഗ് എല്ലാം തീർന്നിട്ടുണ്ട്. പതിവ് പോലെ തന്നെ ജയിച്ചു തോറ്റ ടീമും. കുഞ്ഞു കരയുന്ന ശബ്ദം കേട്ടതും മിയോങ് അങ്ങോട്ടൊന്ന് നോക്കുന്നു. പക്ഷേ യൂൻഹിയുടെ ദഹിപ്പിക്കുന്ന പോലത്തെ നോട്ടം കണ്ടതും അവൻ പെട്ടെന്ന് അവിടുന്ന് മാറി. അവളുടെ കൺമുന്നിൽ ഇട്ടല്ലേ അവൻ റോസിനെ കൊന്നത്. എന്തൊക്കെ പറഞ്ഞാലും അത് അവൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല. കഴിക്കാൻ ആഹാരം കിട്ടിയ സമയമായതും മുത്തശ്ശി തന്റെ പങ്കും കൂടി യൂൻഹിക്ക് കൊടുക്കുന്നു. എന്നോട് ക്ഷമിക്കണം, ഞാൻ കാരണമല്ലേ. നീ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. നിന്നെപ്പറ്റിയും പിന്നെ കുഞ്ഞിനെ പറ്റി മാത്രം ചിന്തിച്ചാ മതി. മുത്തശ്ശി അങ്ങനെ പറഞ്ഞെങ്കിലും യൂൻഹിക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. തന്നെ സംരക്ഷിക്കേണ്ട പേരിലല്ലേ റോസിന് മരിക്കേണ്ടി വന്നത്. അതും തന്റെ ബോയ് ഫ്രണ്ട് ആണ് കൊന്നത്. അതുപോലെ ഈ അമ്മയും തനിക്ക് വേണ്ടി സ്വന്തം മകനെ കൊന്നില്ലേ. എല്ലാം കൂടി ആലോചിക്കുമ്പോൾ അവൾക്ക് എങ്ങനെ സമാധാനപ്പെടാനാകും? അടുത്തതായിട്ട് ഹോങ്ചോനെ ടീംസിനെയാണ് കാണിക്കുന്നത്. തേടി നടന്ന് ഒടുക്കം അവര് മറ്റൊരു ദ്വീപ് കണ്ടെത്തുന്നു. പക്ഷേ ആ ദ്വീപ് കണ്ടതും ഹോങ്ചോന് എന്തോ ഒരു പരിചയം പോലെ. എന്തിനാ വെറുതെ അങ്ങോട്ടൊക്കെ പോന്നെ? അവിടെ ഒരുപാട് പാറയൊക്കെ ഉണ്ട്. പ്ലീസ് ക്യാപ്റ്റൻ, എനിക്കൊരു കാര്യം ചെക്ക് ചെയ്യണം. ഹോങ്ചു റിക്വസ്റ്റ് ചെയ്തതും അയാൾക്ക് പിന്നെ അത് ചെയ്യാതിരിക്കാനായില്ല. അങ്ങനെ ബോട്ട് അല്പം കൂടി അടുപ്പിച്ചതും ഹോങ്ചു വെള്ളത്തിലേക്ക് ചാടി നീന്തി അവിടേക്ക് കയറുന്നു. അവിടെ എത്തി ആ ദ്വീപിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അവന് പഴയ പല കാര്യങ്ങളും ഓർമ്മ വരാൻ തുടങ്ങി. തന്റെ ചേട്ടൻ തന്നെ വെടിവെച്ചതടക്കമുള്ള സകല കാര്യങ്ങളും ഓർമ്മ വന്നു. അങ്ങനെയെങ്കിൽ ഇത്രയും നാളും തേടി നടന്ന ദ്വീപ് തൊട്ടടുത്ത് തന്നെയുണ്ട്. ഈ കാര്യം അവൻ ബോട്ടിലുള്ള ബാക്കിയുള്ളവരെ അറിയിക്കുന്നു. എല്ലാവർക്കും അത് കേട്ട് സന്തോഷമായെങ്കിൽ ക്യാപ്റ്റന് മാത്രം അതങ്ങോട്ട് പിടിച്ചില്ല. അയാള് വേഗം തന്നെ ഈ കാര്യങ്ങളെല്ലാം ഫ്രണ്ട്മാനെ വിളിച്ചറിയിക്കുന്നു. അങ്ങനെ രാത്രിയായി. എല്ലാവരും ഉറങ്ങിയതും മുത്തശ്ശി സിയോങ്ങിന്റെ അടുത്തേക്ക് വരുന്നു. എല്ലാത്തിനും കാരണം നീയാണെന്നാണോ വിചാരിക്കുന്നത്? എന്നാൽ അങ്ങനെയല്ല. നീ ഞങ്ങളെല്ലാരെയും സംരക്ഷിക്കാനാ നോക്കിയത്. ആദ്യം ഞങ്ങൾ ആരും നീ പറയുന്നത് മനസ്സിലാക്കിയില്ല. പണം കണ്ട് മഞ്ഞളിച്ച് ഞാൻ ഉൾപ്പെടെ എല്ലാവരും അതിന്റെ പിറകെ പോയി. അവസാനം എന്റെ സ്വന്തം മകനെ തന്നെ എനിക്ക് എന്റെ കൈകൊണ്ട് കൊല്ലേണ്ടി വന്നു. അത് കേട്ടതും സിയോങ് ഞെട്ടിക്കൊണ്ട് മുത്തശ്ശിയെ നോക്കി. അവന് കേട്ടത് വിശ്വസിക്കാനായില്ല. ഞാൻ പറയുന്നതൊന്ന് കേൾക്കുവോ? യൂൻഹിയും കുഞ്ഞിനെയും എങ്ങനെയെങ്കിലും നീ സംരക്ഷിക്കണം. ഇപ്പോ എനിക്ക് നിന്നെ പൂർണ്ണ വിശ്വാസമാ. എന്നോട് ക്ഷമിക്കണം. എന്നെ കൊണ്ട് അതിന് കഴിയുമെന്ന് തോന്നില്ല. പ്ലീസ് അങ്ങനെ പറയല്ലേ. ഈ നരകത്തിൽ വന്ന് ജനിക്കാൻ ആ പൊടിക്കുഞ്ഞ് എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ മോന്റെ കാല് പിടിക്കാം. ദയവ് ചെയ്ത ആ അമ്മയും കുഞ്ഞിനെ രക്ഷിക്കണേ. മുത്തശ്ശി സിയോങ്ങിന്റെ കാല് പിടിച്ച് കരയുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ചോയെയാണ് കാണിക്കുന്നത്. ആളിപ്പോൾ നിൽക്കുന്നത് ക്യാപ്റ്റന്റെ വീടിന് മുന്നിലും. അകത്ത് കയറി തപ്പിയാൽ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. അങ്ങനെ ആരും കാണുന്നില്ല എന്നുള്ള ഉറപ്പില് ആളെ വീടിന്റെ മതില് ചാടി. പക്ഷേ ചെന്ന് വീണതോ ഒരു റോഡ് വീലറിന്റെ മുന്നിലേക്കും. ഭാഗ്യത്തിന് കെട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് ആൾക്ക് കടി കിട്ടിയില്ല. അവൻ വേഗം ഓടിച്ചെന്ന് ഡോറിന്റെ ഗ്ലാസ് എല്ലാം പൊട്ടിച്ച് ലോക്ക് മാറ്റി അകത്തേക്ക് കയറുന്നു. പക്ഷേ സംശയിക്കുന്ന രീതിയിൽ ആ വീടിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. നിരാശയോടെ തിരികെ പോകാൻ നിൽക്കുമ്പോഴാണ് ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന കുറെ ഫോട്ടോസ് അവൻ ശ്രദ്ധിക്കുന്നത്. എല്ലാം ഓരോരുത്തരോടൊപ്പം നിന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന കുറെ ഫോട്ടോസ്. എന്നാൽ അതിൽ ഒരു ഫോട്ടോ കണ്ടത്
കണ്ടതും ആളൊന്ന് ഞെട്ടി. കാരണം ആ ഫോട്ടോയിലെ ക്യാപ്റ്റനോടൊപ്പം നിൽക്കുന്ന ആളവനെ നല്ലതുപോലെ അറിയാം. അത് സെയിൽസ്മാൻ ആയിരുന്നു. തഗ്ജി കളിച്ച് ആൾക്കാരെ ഗെയിമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന സെയിൽസ്മാൻ. ഇതിൽ കൂടുതൽ വേറെ തെളിവൊന്നും വേണ്ടല്ലോ. എന്നാൽ പെട്ടെന്നാണ് തൊടലും പൊട്ടിച്ചുകൊണ്ട് ആ പട്ടിയോട് വീടിനുള്ളിലേക്ക് വരുന്നത്. റോഡ് വീലറിന്റെ മുന്നിലൊക്കെ പെട്ട പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതവനെ ആക്രമിക്കാൻ തുടങ്ങിയതും വേറെ വഴിയില്ലാതെ കയ്യിലുണ്ടായിരുന്ന തോക്ക് വെച്ച് അതിനെ ഒറ്റ ഒടിക്കാൻ കൊന്നുകളഞ്ഞു. ശേഷം വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പട്ടിക്കൂടിനടുത്തായിട്ട് എന്തോ ഉള്ളതുപോലെ അവൻ ശ്രദ്ധിക്കുന്നത്. സംശയം തോന്നി അവൻ അവിടേക്ക് ചെന്ന് നോക്കിയതും കുഞ്ഞൊരു കുഴി പോലെയുള്ളതിനകത്ത് എന്തോ മൂടി വെച്ചേക്കുന്നു. തുറന്നു നോക്കിയപ്പോഴോ അതിൽ നിറയെ പണം, കൂടാതെ ഗാർഡ്സ് ഇടുന്നത് പോലത്തെ യൂണിഫോമും മാസ്കും. അതോടെ ക്യാപ്റ്റൻ അവരുടെ ആളാണെന്ന് അവന് ബോധ്യമായി. എന്നാൽ പെട്ടെന്നാണ് 2 പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നത്. വെടിശബ്ദം കേട്ട് വന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും ചോയുടെ കാര്യം പോക്കാം. അങ്ങനെ നേരെ വെളുത്തു. എല്ലാവരും നോക്കുമ്പോൾ ഒരു കോഫിനെ പിടിച്ചുകൊണ്ട് കുറെ ഗാർഡ്സ് ഉള്ളിലേക്ക് വരികയാണ്. ആർക്കും എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഇനിയിപ്പോ പുതിയ വല്ല ഗെയിമും ആയിരിക്കുമോ? സിയോങ് സംശയത്തോടെ ചുറ്റിനെ നോക്കിയപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുത്തശ്ശിയില്ലേ, ആൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ആ ബോഡി കൊണ്ടുപോകാനായിട്ടാണ് ഗാർഡ്സ് വന്നതും. യോൻഹിക്ക് സഹിക്കാനായില്ല. ഈ അവസ്ഥയില് അവളുടെ കൂടെ ഉണ്ടായിരുന്നൊരു തുണയാണ്. പൊട്ടിക്കരഞ്ഞുപോയവൾ. സിയോങ്ങും വിശ്വസിക്കാൻ പറ്റാതെ ഇരുന്നു പോയി. ഇന്നലെ രാത്രി കൂടി തന്നോട് വന്ന് സംസാരിച്ചതല്ലേ, പക്ഷേ ഇത് ഗെയിമാണ്, ഇവിടെ ഇങ്ങനെയാണ്. അങ്ങനെ അല്പസമയം കഴിഞ്ഞതും അടുത്ത ഗെയിമിനുള്ള അനൗൺസ്മെന്റ് വന്നു. എല്ലാവരും വേഗം തന്നെ ഗെയിം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങി. യൂൻഹി പോകുമ്പോൾ ഒപ്പം അവളുടെ കുഞ്ഞുണ്ട്. കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കാൻ പറ്റില്ലല്ലോ. കാല് വയ്യാത്തത് കാരണം ഏന്തിയാണ് അവൾ നടക്കുന്നതും. യൂൻഹി, കുഞ്ഞിനെ ഇഞ്ഞിതാ, ഞാൻ പിടിച്ചോളാം, അല്ലെങ്കിൽ നീ കുഞ്ഞുമായിട്ട് എവിടെയെങ്കിലും മറിഞ്ഞു വീഴും. പറഞ്ഞത് കാര്യമായതുകൊണ്ട് തന്നെ അവൾ ആ കുഞ്ഞിനെ അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരും ഗെയിം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. സീസൺ 2 അവസാനം കാണിച്ച അതേ ഗെയിം. ഒരു വലിയ പാലം, അതിന്റെ 2 അറ്റത്തായിട്ടും 2 പാവകൾ. പാവകളുടെ കയ്യിലായിട്ട് ഒരു വലിയ കയറിന്റെ 2 അറ്റവും ഉണ്ട്. ജംപ് റോപ്പ് എന്നാണ് ഈ ഗെയിമിന്റെ പേര്. 20 മിനിറ്റിനുള്ളിൽ എല്ലാവരും ഈ പാലം താണ്ടി അപ്പുറത്തെത്തണം. അതാണ് ഗെയിം. അങ്ങനെ ഗെയിം തുടങ്ങിയതും പാവകളുടെ 2 കയ്യിലും ഉണ്ടായിരുന്ന കമ്പി പോലുള്ള കയർ കറങ്ങാൻ തുടങ്ങി. ഇത് ചാടി കടന്നു വേണം അപ്പുറത്തെത്താൻ. ചാട്ടം പിഴച്ചാൽ കമ്പി തട്ടി നേരെ താഴേക്ക്. സത്യം പറഞ്ഞ ആ കയർ കറങ്ങുന്നത് കണ്ടതും സകലതും നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. ദേ നമ്മുടെ കഞ്ചാവിനെ കണ്ടോ? ഡ്രഗ്സ് ഇല്ലാത്തത് കാരണം ആള് പേടിച്ച് വശം കെട്ട് കിടക്കുവാണ്. കുഞ്ഞിനെ ഇവിടെ കിടത്താം, ശേഷം നമുക്ക് 2 പേർക്കും ഒരുമിച്ച് പോയാൽ മതി. നിന്നെ ഞാൻ സഹായിക്കാം. ഗെയിം കഴിഞ്ഞിട്ട് തിരികെ വന്ന് നമുക്ക് കുഞ്ഞിനെ എടുക്കാം. എല്ലാ പ്ലേയേഴ്സും പാലം കടന്ന് അപ്പുറത്തേക്ക് പോകണം. സമയം കഴിഞ്ഞിട്ടും പാലം കടക്കാത്ത പ്ലേയേഴ്സിനെ കൊന്നുകളയും. അതിന് എന്റെ കുഞ്ഞ് പ്ലെയർ അല്ലല്ലോ. ഇവിടെ വരുന്ന ആരാണെങ്കിലും അവർ പ്ലേയേഴ്സ് ആണ്. താൻ എന്താ പൊട്ടത്തരടായി പറയുന്നത്? എന്നാൽ പെട്ടെന്ന് മറ്റൊരു ഗാർഡ്സ് അവനെ നേരെ തോക്ക് ചൂണ്ടുന്നു. സമയം കഴിഞ്ഞിട്ടും പാലം കടക്കാത്ത ഏത് പ്ലേയേഴ്സ് ആണെങ്കിലും കൊന്നുകളയും. അതോടെ കുഞ്ഞിനെയും കൊണ്ട് പാലം കടക്കാതെ വേറെ വഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ ഇതേ സമയം പാലം കടക്കാത്ത സകലെണ്ണം പേടിച്ചു വരച്ചു നിൽക്കുവാണ്. ആരെങ്കിലും ആദ്യം പോയല്ലേ പറ്റൂ. മിൻസു വേഗം നമ്മുടെ കഞ്ചാവിന്റെ അടുത്തേക്ക് വരുന്നു. നിനക്ക് ഇതല്ലേ വേണ്ടത്? അതും പറഞ്ഞ് അവൻ ആ മാല കഞ്ചാവിനെ കാണിക്കുന്നു. മിൻസു, നിന്നോട് ചെയ്ത എല്ലാ തെറ്റിനും ഞാൻ ക്ഷമ ചോദിക്കുവാ. പ്ലീസ് ആ മാല എങ്ങതാ. എന്നാൽ മിൻസു ആണെങ്കിൽ ആ മാല എടുത്ത് പാലത്തിലേക്ക് ഒരു ഒറ്റ ഏറ്. നിനക്ക് വേണമെങ്കിൽ അവിടെ പോയി എടുത്തോ. ഡ്രഗ്സ് കഴിക്കുന്നവർ അത് കിട്ടാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുമല്ലോ. അത് തന്നെയാണ് നമ്മുടെ കഞ്ചാവും ചെയ്തത്. അവൻ ആ പാലത്തിലേക്ക് എടുത്ത് ചാടുന്നു. ചാടി ചാടി വേണേ പോകാൻ. ചാട്ടം പിഴച്ചാൽ കമ്പി തട്ടി നേരെ താഴേക്ക്. അവൻ എങ്ങനെയൊക്കെയോ ചാടി ചാടി ഒടുക്കം ആ മാലയുടെ അടുത്തെത്തുന്നു. വെപ്രാളത്തോടെ അത് വേഗം തുറന്നു നോക്കിയപ്പോഴോ അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഷോക്കിലെ ചാടാൻ മറന്നു പോയവൻ പിന്നെ പറയണ്ടല്ലോ, കമ്പി തട്ടി നേരെ താഴേക്ക്. അത്രയും ഉയരത്തിൽ നിന്നായതുകൊണ്ട് തന്നെ വീണല് തവിട് പൊടിയായി പോകും. അടുത്തതായിട്ട് പാലം കിടക്കാൻ വരുന്നത് സിയോങ് ആണ്. അവന്റെ നെഞ്ചോട് ചേർത്ത് കുഞ്ഞിനെ കെട്ടിവെച്ചിട്ടുണ്ട്. റൂൾസ് പ്രകാരം കുഞ്ഞ് പാലം കടന്നല്ലേ പറ്റൂ. ആ കാഴ്ച കണ്ട് VIPs എല്ലാം വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുവാണ്. അവർക്ക് കുറച്ചുകൂടെ ത്രില്ല് തോന്നി. പലരും സിയോങ്ങിന്റെ മേലെ ബെറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ സിയോങ് പാലത്തിലേക്ക് എടുത്ത് ചാടി. നോൺ സ്റ്റോപ്പ് ആയിട്ട് ചാടിക്കൊണ്ടേയിരിക്കണം. പാലത്തിന്റെ ഒത്ത നടുക്കായിട്ടൊരു ഗ്യാപ്പ് ഉണ്ട്. അത് ചാടിക്കടക്കലാണ് പണി. എന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ അവൻ അത് ചാടിക്കടക്കുന്നു. ഒടുക്കം ഒരു കുഴപ്പമില്ലാതെ അപ്പുറത്തെ വശത്തെത്തുകയും ചെയ്യുന്നുണ്ട്. ഇനി യൂൻഹിയെ കൂട്ടിക്കൊണ്ടുവരണ്ടേ? കുഞ്ഞിനെ വേഗം ഒരു ബെഞ്ചിലേക്ക് വെച്ചിട്ട് സിയോങ് തിരികെ പാലത്തിലേക്ക് കയറാനായിട്ട് വരുമ്പോഴാണ് ദേ വേറെ പ്ലേയേഴ്സ് എല്ലാം പാലത്തിലേക്ക് ചാടിക്കഴിഞ്ഞു. ഒരു പ്ലെയർ മാത്രമല്ല, ഒന്നിന് പിറകെ ഒന്നായിട്ട് എല്ലാവരും ഒരുമിച്ച് ചാടുകയാണ്. ആ കൂട്ടത്തിലെ ഏറ്റവും മുന്നിൽ നിന്ന ആള് ചാടി അപ്പുറത്തേക്ക് എത്തുന്നുണ്ട്. എന്നാൽ അത് കഴിഞ്ഞിട്ട് അയാളുടെ പിറകെ മറ്റൊരാൾ ചാടി അപ്പുറത്തേക്ക് എത്തിയതും ദേ അങ്ങേരെ പിടിച്ച് താഴേക്ക് ഒരൊറ്റ തള്ളു. താൻ എന്തുകൊണ്ടാ ചെയ്യുന്നത്? കണ്ടിട്ട് മനസ്സിലായില്ലേ? ഗെയിം കളിക്കുവാ. ആർക്കും ഈ പാലം കടക്കാൻ പറ്റിയില്ലെങ്കിൽ അവസാനം നമ്മളായിരിക്കില്ലേ ജയിക്കുന്നത്? അത് പറഞ്ഞ് പാലം ചാടി കടക്കുന്നവരെല്ലാം അയാൾ തെള്ളിയിടാൻ തുടങ്ങി. അത് പേടിച്ച് ആരും മുന്നിലേക്ക് വരാതെ പാലത്തിൽ തന്നെ ചാടി ചാടി നിൽക്കുവാണ്. അപ്പൂപ്പനൊക്കെ ചാടി ചാടി ഒരു പരുവായിട്ടുണ്ട്. ഇതിനിടയ്ക്ക് പലരും ആ കമ്പി തട്ടി താഴെ വീഴുന്നുണ്ട്. മുന്നോട്ട് ചാടുകളവാ, ഇല്ലെങ്കിൽ തന്നെ ഞാൻ തള്ളിയിടും. എല്ലാവർക്കും ഇനി ഒട്ടും വയ്യുന്ന അവസ്ഥയായിട്ടുണ്ട്. എന്നെ പോകാൻ സമ്മതിച്ചാൽ എന്റെ പ്രൈസ് മണിയിലെ പകുതി ഞാൻ നിനക്ക് തരാം. ബാക്കിയുള്ളവരെ കൂടെ തള്ളിയിടാൻ ഞാനും കൂടെ സഹായിക്കാം.
കളിക്കാം. പ്ലീസ് മോനെ, എന്നെ കൊണ്ടിട്ട് ചാടാൻ പറ്റില്ല. ചാവാൻ നേരത്തും അപ്പൂപ്പനെ കുരുട്ടുബുദ്ധി തന്നെ. വഴിയെന്ന് മാറി നിക്കടാ, ഇല്ലെങ്കിൽ പിറകെന്ന് ഞാൻ നിന്നെ തള്ളിയിടും. വേണ്ടെങ്കിൽ മാറി നിക്ക്. സിയോങ് കലിപ്പിച്ച് പറഞ്ഞതും അയാള് പേടിയോടെ അവിടെ നിന്ന് മാറി നിൽക്കുന്നു. അങ്ങനെ പ്ലേയേഴ്സ് എല്ലാവരും ഓരോരുത്തരായിട്ട് ചാടി അപ്പുറത്തേക്ക് കടക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട യൂൻഹി അവിടെ നിന്ന് ചാടി നോക്കിയെങ്കിലും അവളെ കൊണ്ടത് പറ്റില്ല. അത്രയും പരിക്കുണ്ട് കാലിൽ. ഇത് കണ്ടതും മിയോങ് അവളുടെ അടുത്തേക്ക് വരുന്നു. യൂൻഹി, വാ, ഞാൻ കൊണ്ടുപോകാൻ നിന്നെ. നീ എന്തിനാ റോസിനെ കൊന്നത്? പണത്തിന് വേണ്ടിയാണോ? അയ്യോ യൂൻഹി, എനിക്കത് അറിയത്തില്ലായിരുന്നു. അബദ്ധം പറ്റി പോയതാ. ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇങ്ങനൊക്കെ ചെയ്താലേ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റൂ. ഇപ്പൊ നീ വരാൻ നോക്ക്. നിനക്കെന്നെ എടുത്തോണ്ട് പോകാൻ പറ്റുമോ? എനിക്ക് ഒട്ടും നടക്കാൻ പറ്റില്ല. നിന്നെ കൊണ്ട് പറ്റുമോ അത്? അവളുടെ ആ കാലിന്റെ കോലം കണ്ടതും അവൻ ശരിക്കും ഷോക്കായി. തനിക്ക് ഒരിക്കലും അവളെ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ലെന്ന് അവൻ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവൻ അവളെ അവിടെ വിട്ടിട്ട് പോകുന്നു. ഇതേ സമയം നേരത്തെ കലിപ്പിന് ലങ്ങേര സിയോങ്ങിനെ പിറകിൽ നിന്ന് തള്ളിയിടാൻ നോക്കുന്നു. ഭാഗ്യത്തിനാണ് താഴേക്ക് വീഴാഞ്ഞതും. രണ്ടു കൂടി അവിടെ കിടന്ന് അടിയായി. ഒടുക്കം അങ്ങേരുടെ കണ്ണിനിട്ടൊരു കുത്തു കൊടുത്തുകൊണ്ട് സിയോങ് അവനെ തള്ളി താഴേക്ക് ഇടുന്നു. ഇനി വേറെ 3 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പുറത്തേക്ക് ചെന്നിട്ട് തിരികെ യൂൻഹിയെ കൊണ്ടുവരണ്ടേ? ഏറ്റവും അവസാനമായിട്ട് ചാടിക്കടന്നത് മിയോങാണ്. അതിനുശേഷം അവളെ വിളിക്കാനായിട്ട് സിയോങ് പാലത്തിലേക്ക് ഇറങ്ങാൻ വന്നതും യൂൻഹി പെട്ടെന്ന് അവനെ തടയുന്നു. വേണ്ട, നിങ്ങൾ തിരിച്ചു വരണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ എന്റെ കുഞ്ഞിനെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനില്ലെങ്കിലും എന്റെ കുഞ്ഞിനെ നിങ്ങൾ നോക്കണം. ദയവ് ചെയ്ത് എന്നെ സഹായിക്കണേ. ഞാനില്ലെങ്കിലും എന്റെ കുഞ്ഞിനെ നോക്കണം. അതും പറഞ്ഞ് അവൾ ആ പാലത്തിൽ നിന്നും എടുത്ത് താഴേക്ക് ചാടുകയാണ്. അതോടെ യൂൻഹിയും അവിടെ മരണപ്പെടുന്നു. ഇതേ സമയം നമ്മുടെ മിന്നും പിന്നെ കുട്ടിയുടെ അച്ഛനും കൂടി ഹെഡിന്റെ സഹായത്തോടെ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് പോകാനായിട്ട് ഒരു സ്പീഡ് ബോട്ടും തയ്യാറാണ്. രണ്ടുപേരും വേഗം തന്നെ അതിനകത്ത് കയറി യാത്ര തിരിക്കുന്നു. എന്നാൽ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയപ്പോഴാണ് അവൾക്ക് ഹെഡിന്റെ കോള് വരുന്നത്. നീ ഇത്ര അത്യാവശ്യമായിട്ട് അവനെ കൊണ്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയാം. ക്യാൻസർ വാർഡിൽ കഴിയുന്ന അവന്റെ കുഞ്ഞിന്റെ അടുത്തേക്കല്ലേ അവൻ പോകുന്നത്. നീ ഇപ്പൊ അവനുമായിട്ട് തിരികെ വന്നാൽ ഞാൻ ആ കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല. അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അയാൾ അങ്ങനെ പറഞ്ഞതും മിന്നി ശരിക്കും പേടിച്ചു. കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്താലോ എന്നാണ് അവളുടെ പേടി. അതുകൊണ്ട് തന്നെ അവളെ വേഗം അവനായിട്ട് തിരികെ പോകുന്നു. പക്ഷേ തീരത്തെത്തിയതും മിന്ന മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. വടക്ക് ദിശ നോക്കി ഫുൾ സ്പീഡിൽ പോണം. കരയിലെത്തിയാൽ ഉടനെ തന്നെ പോലീസിനെ അറിയിക്കണം. നിന്റെ മോളുടെ ജീവൻ ആപത്താണ്. നിനക്ക് എന്റെ മോളെ അറിയോ? ആരെങ്കിലും കാണുന്നതിന് മുന്നേ വേഗം പോകാൻ നോക്ക്. അവന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ അവൾ അവിടുന്ന് പോകുന്നു. അങ്ങനെ മീൻ പറഞ്ഞതുപോലെ തന്നെ അയാൾ തിരികെ പോവുകയാണ്. എന്നാൽ ആ ബോട്ടിൽ ട്രാക്കർ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവര് തീരത്തേക്ക് വന്നതും തിരികെ പോകുന്നതുമെല്ലാം ഈ ഹെഡ് അറിയുന്നുണ്ടായിരുന്നു. അതോടെ മറ്റു ഗാർഡ്സിനോട് രണ്ടുപേരെ അങ്ങ് കൊന്നുകളയാൻ പറഞ്ഞു. ഇതേ സമയം ഇവിടെ ചോയെ പോലീസുകാർ ചോദ്യം ചെയ്യുകയാണ്. എത്ര തവണ ഞാൻ സാറിനോട് പറഞ്ഞതാ, അങ്ങനെ എനിക്ക് നല്ലതുപോലെ അറിയാം. അയാൾ ഏതൊരു കൊള്ള സംഘത്തിൽ ചേർന്നവനാ. ദേ, ഈ തെളിവൊക്കെ തന്നെ ധാരാളമല്ലേ. ആ ദ്വീപൊന്ന് കണ്ടുപിടിക്കാൻ ഞങ്ങൾ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാവോ? എന്നാൽ അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും ആ പോലീസുകാർ വിശ്വസിക്കുന്നില്ല. ഇതേ സമയം ഇവിടെ ഹോങ്ചൂൺ ടീംസും ദ്വീപിനെ പറ്റിയുള്ള ചർച്ചയിലാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ എങ്ങും ആയിരിക്കില്ല ദ്വീപ്. ഈ ഭാഗത്തൊക്കെ അടിയൊഴുക്ക് കൂടുതലാണ്. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് കോസ്റ്റ് ഗാർഡുകൾ വരാറുണ്ട്. ഇങ്ങനൊരു സ്ഥലം അവർ എന്തായാലും ഗെയിമിന് തിരഞ്ഞെടുക്കില്ല. അയാള് പറഞ്ഞത് വിശ്വസിച്ചതുപോലെ എങ്കിൽ പിന്നെ വേറെ ഏരിയയിൽ തേടാമെന്ന് ഹോങ്ചു പറയുന്നു. അപ്പോഴാണ് ക്യാപ്റ്റൻ ഒരു കോള് വരുന്നത്. അത് എൻക്വയറിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചതായിരുന്നു. അവൻ പറയുന്നത് നിങ്ങൾ ഏതോ ഒരു ക്രിമിനൽ ഗ്രൂപ്പിൽപ്പെട്ട ആളാണെന്നാ. എന്തോ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി ഗെയിം ഒക്കെ കളിക്കുന്ന കാര്യമൊക്കെ പറയുന്നു. കൂടാതെ നിങ്ങളുടെ വീട്ടിൽ നിന്നും കുറച്ച് പണവും വേറെ സാധനങ്ങളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. അയാൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. തന്റെ വീട്ടിൽ കയറിയത് ചോയിയാണെന്നും അവനിപ്പോൾ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അയാൾക്കറിയാം. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ചോയ് പെട്ടെന്ന് ഒരു ഫോൺ തട്ടിയെടുത്തുകൊണ്ട് അവിടുന്ന് ഓടുന്നു. ശേഷം ആരെ കാണാതെ മാറുന്നെന്ന് ഹോങ്ചുവിനെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞത് സത്യമാ. അയാളും ആ ഗ്രൂപ്പിലുള്ള ആളാ. വീട്ടിൽ ചെന്നപ്പോൾ അയാളുടെ യൂണിഫോമും മാസ്കും എല്ലാം എനിക്ക് കിട്ടി. ചോയ് താൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം അവനോട് പറയുന്നു. എന്നാൽ താൻ പിടിക്കപ്പെട്ടു എന്ന് ക്യാപ്റ്റന് മനസ്സിലായി. ഇനി ഒരെണ്ണത്തെ ജീവനോട് വെച്ചിട്ട് കാര്യമില്ല. അയാള് വേഗം ഒരു തോക്കെടുത്ത് കൊണ്ടുവന്ന് ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരും വെടിവെക്കാൻ തുടങ്ങി. ശേഷം ഹോങ്ചുവിനെ തപ്പി അകത്തേക്ക് ചെന്നതും പിറകിൽ കൂടി വന്ന അവൻ അങ്ങേരെ ചൂണ്ട കൊണ്ടൊരൊറ്റ കുത്ത്. നീ ആരാ? എന്തിനായിരുന്നു എന്നെ രക്ഷിച്ചത്? ഞാൻ എനിക്ക് കിട്ടിയ ഓർഡർ ഫോളോ ചെയ്തതേ ഉള്ളൂ. ആ ദ്വീപ് എവിടെയാണെന്ന് പറ. എന്നാൽ അതിന് മറുപടി പറയുന്നതിന് മുന്നേ തന്നെ അയാൾ മരിച്ചു വീണിരുന്നു. ഇനി എങ്ങനെ ആ ദ്വീപ് കണ്ടുപിടിക്കും? എന്നാൽ അവൻ അപ്പോഴാണ് ഒരു കാര്യം കത്തിയത്. നേരത്തെ മാപ്പ് നോക്കുന്ന സമയത്ത് ഇവിടെ ആകാൻ ചാൻസ് ഇല്ലെന്ന് പറഞ്ഞ് അയാൾ ഒരു സ്ഥലം കട്ട് ചെയ്ത് വിട്ടില്ലേ? എങ്കിൽ ദ്വീപ് അവിടെ തന്നെ ആകാനാണ് ചാൻസ് എന്ന് അവൻ ഉറപ്പിച്ചു. ഇതേ സമയം ഇവിടെ VIP-കളുടെ ഇടയിൽ ഒരു ചർച്ച നടക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ യൂൻഹി മരിച്ചുപോയില്ലേ? പക്ഷേ അവളുടെ കുഞ്ഞിപ്പോഴും ജീവനോടെ ഉണ്ട്. അത് കാരണം യൂൻഹിക്ക് പകരം ആ കുഞ്ഞിനെ പ്ലെയർ ആക്കാനാണ് അവരുടെ തീരുമാനം. അപ്പോ കളി കുറച്ചും കൂടി ത്രില്ലിംഗ് ആയിരിക്കും പോലും. അവർക്കതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് ഫ്രണ്ട്മാനും. ഇതേ സമയം കുഞ്ഞ് സിയോങ്ങിന്റെ കയ്യിലാണ്. ഇത്രയും നേരമായിട്ട് മ്യൂങ്ക കുഞ്ഞിന്റെ അടുത്തേക്ക് പോയിട്ടുമില്ല, അതിനൊന്നും എടുത്തിട്ടുമില്ല. ഇനി ബാക്കി 8 പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. ഇതുവരെയുള്ള കണക്ക് വെച്ച് ഒരാൾക്ക് ഇപ്പോൾ 5.6 ബില്യൺ വോൺ വെച്ച് കിട്ടും. ഏകദേശം 35 കോടിയോളം രൂപ. അങ്ങനെയെങ്കിൽ കടങ്ങളൊക്കെ അടയ്ക്കാൻ ഈ പൈസ തന്നെ ധാരാളം. അങ്ങനെയെങ്കിൽ അടുത്ത വോട്ടിംഗില് ഗെയിം നിർത്താൻ
വേണ്ടി വോട്ട് ചെയ്യാൻ എല്ലാവരും തീരുമാനിക്കുന്നു. എന്നാൽ അപ്പോഴാണ് ഗാർഡ്സ് ഉള്ളിലേക്ക് വന്ന് പറയുന്നത് 8 അല്ല 9 പ്ലേയേഴ്സ് ഉണ്ടെന്ന്. അതങ്ങനെ 9 പ്ലേയേഴ്സ്? ഞങ്ങൾ 8 പേരല്ലേ ഉള്ളൂ. പ്ലെയർ 222 ഇതുവരെ മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവനോടെയുണ്ട്. അത് പറഞ്ഞ് ആ ഗാർഡ് കുഞ്ഞിന് നേരെ വിരൽ ചൂണ്ടുന്നു. എന്തോന്ന്, ആ കൊച്ചു പ്ലെയർ ആണെന്നോ? ഒരു പൊടി കുഞ്ഞെങ്ങനെ പ്ലെയർ ആവുന്നത്? ഇനി മുതൽ 222 പ്ലെയർ ആണ്. അങ്ങനെയെങ്കിൽ മരിച്ചുപോയ യൂൻഹിയുടെ പൈസ മുഴുവനും ആ കുഞ്ഞിന് കിട്ടില്ലേ? അതറിഞ്ഞതും എല്ലാവരും കൂടി ഉടനെ കുഞ്ഞിനെതിരെ തിരിയാൻ തുടങ്ങി. കുഞ്ഞിനെ കൊന്നുകളഞ്ഞ പ്രശ്നം തീരില്ലേ? സകലതും പൈസയോടുള്ള ആർത്തിമൂത്ത് പ്രാന്ത് എടുത്തുകൊണ്ട് കുഞ്ഞിന് നേരെ പാഞ്ഞു വരികയാണ്. എന്നാൽ പെട്ടെന്ന് ഗാർഡ്സ് ഇടപെട്ടത് കൊണ്ട് സകലതും അടങ്ങി. പ്ലേയേഴ്സിനിടയിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെ ഇതുവരെ ജയിച്ചു വന്ന പ്ലേയേഴ്സിനെല്ലാം അവർ വലിയൊരു ട്രീറ്റ് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ സീസണിൽ കണ്ട അതേപോലെ തന്നെ ഒരു ലക്ഷറി ട്രീറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. കൂട്ടത്തില് കുഞ്ഞിനും കൊടുക്കുന്നുണ്ട് പാൽ. അതിന്റെ ഇടയിൽ തന്നെയാണ് അവർ പുതിയൊരു അനൗൺസ്മെന്റ് കൂടി നടത്തുന്നത്. അടുത്ത ഗെയിമിനെ പറ്റി ഒരു ചെറിയ ഹിന്റ് ഞങ്ങൾ തരുവാണ്. ഈ അവസാനത്തെ ഗെയിമിലെ ഏത് പ്ലെയറെ എലിമിനേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. എന്താ, ഞങ്ങൾക്ക് തീരുമാനിക്കാന്നോ? അതെ, 3 പ്ലെയേഴ്സിനെ നിങ്ങൾക്ക് തീരുമാനിച്ച് എലിമിനേറ്റ് ചെയ്യാം. അതിനുശേഷം ഫൈനൽ ഗെയിം ജയിക്കാൻ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അതങ്ങോട്ട് കേട്ടതും പൈസയ്ക്ക് ആക്രാന്തമൂത്ത സകല എണ്ണവും വീണ്ടും ഗെയിം കളിക്കാൻ തീരുമാനിക്കുന്നു. അത് കാരണം വോട്ടിംഗ് നടത്തിയപ്പോൾ മിൻസും സിയോങ്ങും ഒഴികെ സകല എണ്ണവും ഓ ബട്ടനാണ് ഞെക്കിയതും. ഇനിയിപ്പോൾ ആ 3 പ്ലെയേഴ്സിനെ എലിമിനേറ്റ് ചെയ്യണ്ടേ? അതാരാവണമെന്നുള്ള കൊണ്ടുപിടിച്ച ചർച്ചയിലാണ് സകലതും. ഇതിലിപ്പോ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. ആദ്യം ആ പ്ലെയർ 456, അതിനുശേഷം ആ കുഞ്ഞ്, പിന്നതെ ആ 125 ഡ്രഗ് അഡിക്റ്റ്. അവരെ 3 പേരെ എലിമിനേറ്റ് ചെയ്താൽ മതി. എല്ലാവരും കൂടി ചേർന്ന് അവരെ 3 പേരെയും എലിമിനേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ആ കൂട്ടത്തില് മ്യൂങ്കും ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ അന്ന് രാത്രിയായതും എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ സമയത്ത് ഒരു ഗാർഡ് വന്ന് സിയോങ്ങിനെ ഫ്രണ്ട്മാന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അത് കാത്തിരുന്ന പോലെ സിയോങ്ങും ആ ഗാർഡിന്റെ കൂടെ പോകുന്നു. അവൻ ചെന്നത് ഫ്രണ്ട്മാൻ ഒരു കത്തി എടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഈ കത്തി കൊണ്ടുപോയിട്ട് നിന്നെയും ആ കുഞ്ഞിനെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്ന സകലതിനെ കൊന്നുകളാ. നീ എന്തിനാ എന്നെ സഹായിക്കുന്നത്? അത് പറഞ്ഞതും ഫ്രണ്ട്മാൻ ആളുടെ മുഖംമൂടി അങ്ങ് മാറ്റി കാണിക്കുന്നു. സിയോങ് ശരിക്കും ഞെട്ടിപ്പോയി. വന്ന കലിക്ക് ആ കത്തി എടുത്ത് ഫ്രണ്ട്മാന് നേരെ ചൂണ്ടിയെങ്കിലും ആൾക്കൊരു പേടിയില്ലായിരുന്നു. എന്നെ കൊല്ലാൻ തോന്നുന്നുണ്ടോ? എങ്കിൽ കൊന്നേരെ. പക്ഷേ ഞാൻ മരിച്ചെന്ന് കരുതി ഇവിടെ ഒന്നും മാറാൻ പോകുന്നില്ല. എനിക്ക് പകരം ഈ സ്ഥാനത്തേക്ക് വേറൊരാള് വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങനെ ചെയ്താൽ നിനക്കും ആ കുഞ്ഞിനും ഇവിടുന്ന് ജീവനോടെ തിരിച്ചു പോകാം. ഇതെന്റെ വാക്കാണ്. അത് കേട്ടതും സിയോങ് വേറൊന്നും പറയാതെ ആ കത്തിയുമായിട്ട് തിരികെ ഹാളിലേക്ക് തന്നെ വരുന്നു. മദ്യപിച്ചത് കാരണം എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അവൻ ആ കത്തിയുമായിട്ട് നേരെ അപ്പൂപ്പന്റെ അടുത്തേക്ക് വന്ന് അപ്പൂപ്പനെ കൊല്ലാൻ നോക്കുന്നുണ്ടെങ്കിലും അതിനവൻ ഒട്ടും മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. ആദ്യത്തെ തവണയും ഇതുപോലൊരു അവസരം സിയോങ്ങിന് കിട്ടിയിരുന്നു. അപ്പോഴും അവനത് ചെയ്തില്ല. ഇപ്പോഴും ചെയ്യാൻ മനസ്സ് വരുന്നില്ല. ഇതെല്ലാം CCTV വഴി കണ്ടുകൊണ്ടിരുന്ന ഫ്രണ്ട്മാന് നല്ലതുപോലെ കുറ്റബോധം തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുന്നേ അന്ന് ഫ്രണ്ട്മാനായിരുന്നവൻ ഇതുപോലൊരു കത്തി ഇവന്റെ കയ്യിലും കൊടുത്തിരുന്നു. അത് വെച്ച് എല്ലാവരെയും കൊല്ലുകയാണ് അവൻ ചെയ്തതും. പക്ഷേ സിയോങ്ങിന് 2 തവണ അവസരം കിട്ടിയിട്ടും അവൻ അങ്ങനൊന്നും ചെയ്തില്ലല്ലോ. അതോർമ്മ വന്നതും ആൾക്ക് എന്തോ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്. ഇതേ സമയം മിന്നെ തിരികെ വീണ്ടും ഗെയിം നടക്കുന്നിടത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഗെയിം ഹെഡാണ് അവളുടെ ലക്ഷ്യം. ഒടുക്കം അയാളുടെ റൂമിലേക്ക് വന്ന് അയാളെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നു. നിനക്ക് എന്താ വേണ്ടത്? പ്ലെയർ 246ന്റെ എല്ലാ ഡീറ്റെയിൽസും ഡിലീറ്റ് ചെയ്യണം. തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് ചെയ്യാതിരിക്കാനായില്ല. പറഞ്ഞതുപോലെ തന്നെ അയാൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഇത് മാത്രം ഡിലീറ്റ് ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇതിന്റെ ഒരു ഹാർഡ് കോപ്പി വേറെ സ്ഥലത്തുണ്ട്. അങ്ങനെ മിന്നുമായിട്ട് അയാൾ മുകളിലേക്ക് പോകുന്നു. എന്നാൽ മുകളിലേക്ക് എത്തിയതും അയാൾ പെട്ടെന്ന് തോക്ക് പിടിച്ചു വാങ്ങി മിന്നിനെ ആക്രമിക്കാൻ തുടങ്ങി. രണ്ടും തമ്മിൽ പൊരിഞ്ഞാടി നടക്കുവാണ്. ഒടുക്കം അയാളെ മിന്നിനെ അടിച്ച് താഴെയിടുന്നു. നീ അവന് തമ്മിൽ എന്താ ബന്ധം? എന്താ അവനോട് പ്രണയം തോന്നുന്നുണ്ടോ? അവൻ മരിച്ചുപോയാ അവന്റെ കുഞ്ഞ് മരിച്ചു പോകും. അപ്പോ വല്ലവന്റെ കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടിയാണോ നീ ഇങ്ങനെ റിസ്ക് എടുത്തത്? അതും പറഞ്ഞ് ഒരു കത്തിയെടുത്ത് അയാൾ അവളുടെ വയറ്റിൽ കുത്തുന്നു. പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഒടുക്കം തന്റെ തോക്ക് കൊണ്ട് അവൾ അയാളുടെ വെടിവെച്ചും കൊന്നുകളഞ്ഞു. അടുത്തതായിട്ട് ഹോങ്ചോനെയാണ് കാണിക്കുന്നത്. അവൻ ആ ഐലൻഡ് ലക്ഷ്യം വെച്ച് വരുമ്പോഴാണ് അവന് ഫ്രണ്ട്മാന്റെ കോള് വരുന്നത്. ഇതോടെ മതിയാക്കിക്കോ, ഇല്ലെങ്കിൽ നീ മരിക്കേണ്ടി വരും. മരിക്കാൻ ഞാൻ തയ്യാറാണെങ്കിലോ? അവൻ അങ്ങനെ പറഞ്ഞതും പിന്നീട് ഫ്രണ്ട്മാൻ ഒന്നും മിണ്ടിയില്ല. ഇതേ സമയം തന്നെ കുഞ്ഞിന്റെ അച്ഛന്റെ പുറകെ ആ ഗെയിം ഹെഡ് അയച്ച ടീമില്ലേ, അവർ അയാളുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. പിറകിൽ നിന്നും അവന്റെ ബോട്ടിന് നേരെ ചാറ പറന്ന് വെടിവെക്കുവാണ്. അയാളും തിരികെ അവരെ വെടിവെക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. ബോട്ടിന്റെ അടുത്തെത്തിയതും അതിൽ ഒരു ഗാർഡ് ഇറങ്ങി അവനെ വെടിവെക്കാനായിട്ട് വന്നതും വേറെ ആരോ ആ ഗാർഡിനെ വെടിവെച്ചിട്ടത് ഒരുമിച്ചായിരുന്നു. വേറെ ആരുമല്ല, അത് നമ്മുടെ ഹോങ്ചു ആയിരുന്നു. കൂടെ അവന്റെ ടീമിലുണ്ടായിരുന്ന മറ്റൊരാളും കൂടിയുണ്ട്. ഗാർഡ്സിനെ എല്ലാം കൊന്നുകളഞ്ഞതും അവൻ വന്ന് ആ കുട്ടിയുടെ അച്ഛനെ രക്ഷിക്കുന്നുണ്ട്. അപ്പോ നീ അവിടുന്ന് രക്ഷപ്പെട്ടു വന്ന പ്ലെയർ ആണോ? അങ്ങനെയാണെങ്കിൽ ആ ദ്വീപ് എവിടാ? ഹോങ്ചു ചോദിച്ചതും അയാൾ ആ ദ്വീപിലേക്കുള്ള വഴി അവന് കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴേക്കും മിന്ന്
ആ ഹാർഡ് കോപ്പി ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചിരുന്നു. അവനെ സംബന്ധിക്കുന്ന സകല രേഖകളും അവൾ അവിടെ വെച്ച് നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അടുത്ത ഗെയിം തുടങ്ങിയിരിക്കുകയാണ്. ഫൈനൽ ഗെയിം. 3 ഷേപ്പിലുള്ള 3 വലിയ തൂണുകളാണുള്ളത്. സർക്കിൾ, ട്രയാങ്കിൾ ആൻഡ് സ്ക്വയർ. എല്ലാവരും ആദ്യം കാണുന്ന സ്ക്വയർ ഷേപ്പിനുള്ളിലേക്ക് കയറി ലിഫ്റ്റ് വഴിയാണ് മുകളിലേക്ക് പോകുന്നത്. മുകളിലേക്ക് എത്തിയതും താഴേക്ക് നോക്കാൻ തന്നെ എല്ലാവർക്കും പേടിയാവുന്നു. അത്രയും ഉയരത്തിലാണ് ആ തൂണുകളുള്ളത്. 3 ഷേപ്പുകളാണുള്ളത്. ഇവിടുത്തെ ഗെയിം അവസാനിക്കുമ്പോൾ ഒന്നോ അതിലധികമോ പ്ലേയേഴ്സിനെ എലിമിനേറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ രണ്ടാമത്തെ ഷേപ്പിലേക്ക് പോകാൻ പറ്റൂ. അവിടെയും ഇതുപോലെ തന്നെ ഒന്നോ അതിലധികമോ പ്ലേയേഴ്സിനെ എലിമിനേറ്റ് ചെയ്യണം. അതിനുശേഷമാണ് ഫൈനൽ ഷേപ്പിലേക്ക് പോകേണ്ടത്. ഫൈനൽ ടവറിലും ഒന്നോ അതിലധികമോ പ്ലേയേഴ്സിനെ തള്ളിവിട്ടാൽ ബാക്കിയിരിക്കുന്നവരെല്ലാം ജയിക്കുകയും ചെയ്യും. ഒരു റെഡ് ബട്ടൺ ഉണ്ട്. അത് അവർ ഞെക്കിയാൽ മാത്രമേ ഗെയിം സ്റ്റാർട്ട് ആവൂ. അങ്ങനെ ടൈമർ സ്റ്റാർട്ടായി. മിൻസു ആണെങ്കിൽ ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു ഡ്രഗ് കഴിച്ചിട്ട് നിൽക്കുവാണ്. അത് കാരണം അവന് പല പല ഹാലോസിനേഷൻ ഉണ്ടാകുന്നു. നമ്മുടെ മരിച്ചുപോയ താനോസും കജാവും ഒക്കെ അവനെ വന്ന് വിളിക്കുന്നത് പോലെ സത്യം ഏതാ മിഥ്യ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇവരാണെങ്കിൽ ഓൾറെഡി ആരെയൊക്കെ എലിമിനേറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചു വെച്ചേക്കുമല്ലേ. അതുകൊണ്ട് തന്നെ ആദ്യം ആ കുഞ്ഞിനെ തള്ളിയിടാൻ എല്ലാവരും തീരുമാനിക്കുന്നു. അതിനുവേണ്ടി എല്ലാവരും സിയോങ്ങിന് നേരെ തിരിഞ്ഞതും മ്യൂങ് പെട്ടെന്ന് എല്ലാവരും തടഞ്ഞു. ഈ ഗെയിമില് മൊത്തം 3 റൗണ്ട് ഇല്ലേ? കുഞ്ഞിനെ തള്ളിയിടാൻ നോക്കിയാല് കൂടെ ചിലപ്പോ അവന് ചാടിയാലോ? 3 റൗണ്ടിലും നമ്മൾ ഓരോരുത്തർ വെച്ച് തള്ളിയിടണ്ടേ? ഈ റൗണ്ടില് 2 പേര് എലിമിനേറ്റ് ആയാല് ലാസ്റ്റ് റൗണ്ടിൽ നമ്മൾ ആരെ തള്ളിയിടും? പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നിയതും എല്ലാവരും സിയോങ്ങിനെ വിട്ടിട്ട് മിൻസുവിനെ തെരഞ്ഞെടുക്കുന്നു. ഒന്നാമതേ പേടിച്ചു വരച്ച് നിൽക്കുവാണവൻ. അപ്പോ എല്ലാവരും കൂടി അവന് നേരെ തിരിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? എന്നെയൊന്നും ചെയ്യല്ലേ എന്ന് കരഞ്ഞു പറയുന്നുണ്ടെങ്കിലും ആര് കേൾക്കാനാ? ഒടുക്കം മ്യൂങ് ഒരു വലിയ കമ്പി കൊണ്ട് കുത്തി മിൻസുവിനെ തള്ളി താഴേക്കിടുന്നു. അങ്ങനെ ആദ്യത്തെ പ്ലെയർ എലിമിനേറ്റ് ആയിരിക്കുകയാണ്. ആ റൗണ്ട് തീർന്നതും അടുത്ത ഷേപ്പിലേക്ക് പോകാനായിട്ട് ഒരു വലിയ പാലം പോലെ നീണ്ടുവരുന്നു. അതുവഴി എല്ലാവരും രണ്ടാമത്തെ ഷേപ്പിലേക്കും എത്തി. ഈ റൗണ്ടില് ഒന്നെങ്കിൽ സിയോങ് അല്ലെങ്കിൽ ആ കുഞ്ഞ്, അതാണ് ടാർഗറ്റ്. എല്ലാവരും കുഞ്ഞിനെയാണ് സെലക്ട് ചെയ്തത്. പക്ഷേ കുഞ്ഞ് സിയോങ്ങിന്റെ കയ്യിലിരിക്കുവല്ലേ. അവൻ വിട്ടുകൊടുത്താലല്ലേ അവർക്ക് ആ കുഞ്ഞിനെ എലിമിനേറ്റ് ചെയ്യാനും പറ്റൂ. നിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാകും. എനിക്ക് 2 കുട്ടികളുള്ളതാ. കുഞ്ഞിന് എന്തായാലും അമ്മയില്ലല്ലോ. അമ്മയില്ലാതെ ആ കുഞ്ഞെങ്ങനെ വളരാനാ? നിനക്കത് കാണാൻ വയ്യെങ്കിൽ നീ കണ്ണുമൂടി ആ അറ്റത്തങ്ങാണ് പോയി നിക്ക്. ഇത് ഞങ്ങൾ ചെയ്തോളാം. അങ്ങനെ എല്ലാം കൂടി സിയോങ്ങിന്റെ മനസ്സ് മാറ്റാൻ നോക്കുകയാണ്. പക്ഷേ നടക്കുന്ന കാര്യമില്ലല്ലോ. ദേ, കുഞ്ഞിനെ തന്നില്ലെങ്കിൽ നിന്നെയും കൂടി ചേർത്ത് ഞങ്ങൾ തള്ളിയിടും. അങ്ങനെ എന്നെയും കൂടി ചേർത്ത് തള്ളിയിട്ടാൽ അടുത്ത റൗണ്ടിൽ നിങ്ങൾ ആരെ തള്ളിയിടും? അവനങ്ങനെ ചോദിച്ചതും ആ തള്ളിയിടാൻ വന്നവനങ്ങ് പേടിച്ചുപോയി. പക്ഷേ ആരെങ്കിലും അവന്റെ അടുത്തുനിന്ന് കുഞ്ഞിനെ വിളിച്ച് തള്ളിയിട്ടേ പറ്റൂ. അവസാനം എല്ലാവരും കൂടി ചേർന്ന് ഒരു തീരുമാനത്തിലെത്തി. എന്താണെന്ന് വെച്ചാൽ റോക്ക് പേപ്പർ സിസർ കളിച്ച് ആരാണോ തോക്കുന്നത് അയാൾ പോയി തള്ളിയിടണം. അങ്ങനെ ഇപ്പോൾ ഒരാൾക്ക് നാർക്ക് വീണിട്ടുണ്ട്. പക്ഷേ ആൾക്ക് സിയോങ്ങിന്റെ അടുത്തേക്ക് പോകാൻ പേടിയാണ്. തന്നെ കൂടി പിടിച്ച് തള്ളിയിട്ടാലോ? അത് കാരണം എല്ലാവരും പരസ്പരം ഒരു കോട്ടൂരി കയറ് പോലെ കിട്ടുന്നു. അതാകുമ്പോൾ അവൻ പിടിച്ച് തള്ളിയാലും വീഴില്ലല്ലോ. അങ്ങനെ അയാൾ സിയോങ്ങിന്റെ അടുത്തേക്ക് എത്തി കുഞ്ഞിനെ എടുക്കാനായിട്ട് വന്നതും നേരത്തെ ഫ്രണ്ട്മാൻ അവന് കൊടുത്ത കത്തിയെടുത്ത് ആ കോട്ടിന്റെ കെട്ടങ്ങാർത്ത് വിട്ടു. ആ സെക്കൻഡിൽ തന്നെ മ്യൂങ് കമ്പി കൊണ്ട് അങ്ങനെ കുത്തി താഴേക്കിട്ട് കളഞ്ഞു. എല്ലാവരും വിശ്വസിക്കാനാവാതെ മ്യൂങ്ങിനെ നോക്കി. ഞാൻ നിന്റെ കൂടെയാ. കുഞ്ഞിനെ എനിക്ക് രക്ഷിച്ചേ പറ്റൂ. കാരണം ആ കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണ്. അത് കേട്ടതും സിയോങ് അടക്കം എല്ലാവരും ഷോക്കായി പോയി. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അവർ പ്രതീക്ഷിച്ചില്ല. ഇത് കണ്ടുകൊണ്ടിരുന്ന VIP-കളും ആകെ എക്സൈറ്റഡ് ആയി. നമ്മൾ രണ്ടുപേരും ഒരേ ടീമായിട്ട് നിന്നാൽ ഇവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കേട്ടതും ഇനി സിയോങ്ങിനെയും കുഞ്ഞിനെയും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായി. ഉടനെ തന്നെ അവര് കൂട്ടത്തിൽ ഒരുത്തിന് എടുത്തിട്ട് പഞ്ചറാക്കാൻ തുടങ്ങി. നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇവനെ അടിച്ച് ചുരുട്ടിയെടുത്ത് നമുക്ക് അടുത്ത റൗണ്ടിൽ കൊണ്ടുപോകാം. അതിനുശേഷം അവിടുന്ന് താഴേക്ക് വലിച്ചിടാം. അങ്ങനെ നമ്മൾ എല്ലാവരും ഗെയിമിൽ ജയിക്കും. അപ്പൂപ്പന്റെ ഒടുക്കത്തെ ഒരു ബുദ്ധിയെ. അതും പറഞ്ഞ് എല്ലാം കൂടി അയാൾ എടുത്തിട്ട് ചവിട്ടി കൂട്ടാൻ തുടങ്ങി. എന്നാൽ സിയോങ്ങിന് ഇതങ്ങോട്ട് പിടിച്ചില്ല. അവൻ കത്തി കാട്ടി സകലതിനെ ഭീഷണിപ്പെടുത്തി. അവനായിട്ട് ചാടത്തുമില്ല, വേറൊരാളെ തള്ളിയിടാനും സമ്മതിക്കില്ല. അതും കൂടി ആയതും എല്ലാവർക്കും സിയോങ്ങിനോട് നല്ല ദേഷ്യം വരാൻ തുടങ്ങി. ഒടുക്കം എല്ലാം കൂടി പരസ്പരം അടിയായി. അടിയുടെ ഒടുക്കം സിയോങ് തന്റെ കയ്യിലുള്ള കത്തി വെച്ച് ഒരുത്തനെ കുത്തുന്നു. ശേഷം അവന് താഴേക്ക് ഒരൊറ്റ തള്ള്. ഇതിനിടയ്ക്ക് മ്യൂങ്ങും ഒരാളെ തള്ളി താഴേക്ക് ഇടുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് അപ്പൂപ്പനാണേ. സൂപ്പർ മോനെ, കലക്കി. നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത്. ശരി, ഇനി നമ്മൾ 5 പേരല്ലേ ഉള്ളൂ. ദോ ആ കിടക്കുന്ന അവനെയും പിടിച്ചുകൊണ്ട് നമുക്ക് അടുത്ത റൗണ്ടിൽ പോകാം. എന്നിട്ട് അവനെ അവിടുന്ന് തള്ളിയിട്ടാൽ നമ്മൾ ഗെയിം ജയിച്ചില്ലേ? തന്നെ തള്ളിയിടുമെന്ന് പേടിച്ച് അപ്പൂപ്പൻ നല്ല പേടിച്ച് വരച്ചിരിക്കുവാണ്. എന്നാൽ അപ്പൂപ്പൻ പറഞ്ഞത് മിന്നെ കേട്ട പാവം പോലും നടിച്ചില്ല. ഒരു ദാക്ഷിണ്യം കൂടാതെ ഒറ്റ തള്ളിന് നമ്മുടെ അപ്പൂപ്പനെ താഴെയിട്ട് കളഞ്ഞു. ഷോ, കഷ്ടമായി പോയി. കുഞ്ഞിനെയും കൂടെ കൂട്ടി ഇനി ബാക്കി 4 പേർ. നേരത്തെ എല്ലാവരും കൂടി ചേർന്ന് ഒരുത്തിനെ അടിച്ചൊതുക്കിയില്ലേ? അയാളാണ് 4ാമൻ. എന്നാൽ അവർ നോക്കുമ്പോൾ അയാളെ നിരങ്ങി ദേ അറ്റത്തേക്ക് പോകുന്നു. അങ്ങനെ എന്നെ കൊന്നിട്ട് നിങ്ങൾ ആരും പൈസ നേടണ്ട. അതും പറഞ്ഞ് അയാളെ സ്വയം എടുത്ത് താഴേക്ക് ഒരൊറ്റ ചാട്ടം. അതൊരു ഷോക്കായി പോയത് മിന്നിനാണ്. കാരണം അടുത്ത റൗണ്ടില് അയാളെ തള്ളിയിട്ടിരുന്നെങ്കിൽ അവർക്ക് ജയിക്കാൻ പറ്റില്ലായിരുന്നോ? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ 3 പേരാണ് ബാക്കി. സിയോങ്ങും കുഞ്ഞും പിന്നെ മ്യൂങ്ങും. അടുത്ത റൗണ്ടില് ഇതിൽ ആരെങ്കിലും ഒരാളെ താഴേക്ക് തള്ളിയിട്ടേ പറ്റൂ. അങ്ങനെ അടുത്ത ഷേപ്പിലേക്ക് പോകാനുള്ള ബ്രിഡ്ജ് അവിടെ വരുന്നതും ആദ്യം മ്യൂങ് ആണ് അതുവഴി പോകുന്നത്. അപ്പുറത്തേക്ക് എത്തിയതും അവൻ സിയോങ്ങിനോട് കുഞ്ഞിനെ തരാൻ പറയുന്നു. കുഞ്ഞിനെ മാത്രം എന്റെ കയ്യിൽ തന്നാ മതി. പക്ഷേ നീ അവിടെ നനങ്ങി പോകരുത്. ഞാൻ അങ്ങനെ ചെയ്താൽ എന്താ നടക്കുന്നതെന്ന് നിനക്കറിയില്ലേ? ലാസ്റ്റ് റൗണ്ടില് ഒന്നെങ്കിൽ നീ മരിക്കണം അല്ലെങ്കിൽ കുഞ്ഞു മരിക്കണം. എനിക്ക് അതൊക്കെ അറിയാം. അപ്പോ
നീ എന്താ പ്ലാൻ ചെയ്യുന്നത്? ഈ കുഞ്ഞിനെ കൊന്നിട്ട് പണമായിട്ട് പോകാമെന്നോ? അത് തന്നെയായിരുന്നു അവന്റെ ലക്ഷ്യമെന്ന് സിയോങ്ങിന് മനസ്സിലായി. അതിനുവേണ്ടിയാണ് അവൻ ഇത്രയും നേരം സിയോങ്ങിന്റെ സൈഡിലാണെന്ന് പറഞ്ഞ് അഭിനയിച്ചതും. ഒടുക്കം സിയോങ് കുട്ടിയെ പാലത്തിലേക്ക് വെക്കുന്നു. ശേഷം പിറകിലേക്ക് നടന്ന് രണ്ടാമത്തെ ഷേപ്പിൽ തന്നെ വന്നു നിന്നു. മ്യൂങ് വേഗം തന്നെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ലാസ്റ്റ് ഷേപ്പിലേക്ക് ചെന്നതും അവന്റെ ശ്രദ്ധയൊന്ന് മാറിയ തക്കം നോക്കി സിയോങ് ഒറ്റച്ചാട്ടത്തിന് അപ്പുറത്തെ ഷേപ്പിലെത്തി. പിന്നീട് രണ്ടും കൂടി പൊരിഞ്ഞടിയായിരുന്നു. സിയോങ്ങിന്റെ അടുത്ത് തനിക്ക് പിടിച്ചു നിൽക്കാനാവില്ലെന്ന് കണ്ടതും അവൻ ഓടിച്ചെന്ന് കുഞ്ഞിനെ കയ്യിലേക്ക് എടുത്ത് താഴേക്കെറിയൊന്ന് ഭീഷണിപ്പെടുത്തി. അടുത്തേക്ക് വന്ന സത്യമായിട്ട് ഞാൻ കുഞ്ഞിന്റെ താഴേക്കിടും. സിയോങ് പേടിച്ചു പോയി. അങ്ങനെയൊന്നും ചെയ്യരുത് പ്ലീസ്. സിയോങ് പുറകിലേക്ക് മാറിയതും കുഞ്ഞിനെ താഴേക്ക് വെച്ചുകൊണ്ട് ഒരു കത്തിയുമായിട്ട് അവൻ സിയോങ്ങിനെ കൊല്ലാനായിട്ട് വരുന്നു. അടിയുടെ ഇടയ്ക്ക് രണ്ടും കൂടി ഉരുണ്ട് നേരെ താഴേക്ക്. പക്ഷേ സിയോങ്ങിന് കമ്പിയിൽ പിടുത്തം കിട്ടി. അവന്റെ കോട്ടിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുകയാണ് മ്യൂങ്. സിയോങ് അവനെ രക്ഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആ കോട്ട് കീറിയത് കാരണം മ്യൂങ് താഴേക്ക് വീണുപോയി. അതോടെ അവനും അവിടെ മരിക്കുകയാണ്. അങ്ങനെ സിയോങ് ഒരു വിധത്തിൽ പിടിച്ച് മുകളിലേക്ക് കയറി. ഇനി രണ്ട് പ്ലേയേഴ്സ് ആണുള്ളത്. ഒന്ന് കുഞ്ഞും പിന്നെ സിയോങ്ങും. മാത്രമല്ല ഇതുവരെ അവർ ആ ബട്ടൺ ഞെക്കി ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുമില്ല. ബട്ടൺ ഞെക്കി ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാളെ താഴേക്ക് തള്ളിയിട്ടേ പറ്റൂ. ഈ കാര്യങ്ങളെല്ലാം ഒരു റൂമിലിരുന്ന് മിന്ന് കാണുന്നുണ്ട്. മറ്റൊരു റൂമിലിരുന്ന് ഫ്രണ്ട്മാനും VIP-കളും. എല്ലാവരും കരുതിയിരിക്കുന്നത് കുഞ്ഞിനെ തള്ളിയിട്ടിട്ട് സിയോങ് രക്ഷപ്പെടുമെന്നാണ്. എന്നാൽ എല്ലാവരുടെയും ധാരണ തെറ്റിച്ചുകൊണ്ട് നേരെ തിരിച്ചാണ് നടന്നത്. ഞങ്ങൾ ആരും പന്തേ കുതിരകളല്ല, ഞങ്ങളെല്ലാം മനുഷ്യരാണ്. അത്രയും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ സേഫാക്കിയ ശേഷം സിയോങ് എടുത്ത് താഴേക്ക് ചാടുകയാണ്. അങ്ങനെയൊരു കാര്യം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതോടെ സിയോങ്ങും അവിടെ മരിക്കുന്നു. 456 പേര് മത്സരിച്ച ഗെയിമിൽ ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് ആ കുഞ്ഞാണ്. ഇതേ സമയം ആ കുഞ്ഞിന്റെ അച്ഛൻ പറഞ്ഞനുസരിച്ച് ഹോങ്ചു ഇപ്പോൾ ആ ദ്വീപിലേക്ക് എത്തിയിട്ടുണ്ട്. ഗാർഡ്സ് പറഞ്ഞ് ഈ വിവരം പറഞ്ഞ ഫ്രണ്ട്മാൻ വേഗം തന്നെ ഈ ഗെയിം മുഴുവനും ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ട് ഓർഡർ കൊടുക്കുന്നു. ശേഷം അയാളെ നേരെ പോകുന്നത് മരിച്ചു കിടക്കുന്ന സിയോങ്ങിന്റെ അടുത്തേക്കാണ്. എന്തൊക്കെ പറഞ്ഞാലും അവന് സിയോങ്ങിനോട് ഒരു ബഹുമാനം തോന്നി. എത്ര പൈസ കൊടുത്താലും മനസ്സ് മാറാത്തൊരു മനുഷ്യൻ. പണത്തെക്കാളും മനുഷ്യ ജീവന് വില കൽപ്പിക്കുന്ന ഒരാൾ. ഒരുപക്ഷെ അയാളുടെ ലൈഫിൽ ഇതുപോലൊരു മനുഷ്യനെ കാണുന്നത് ആദ്യമായിട്ടായിരിക്കും. അങ്ങനെ അയാളെ നേരെ മുകളിലേക്ക് ചെന്ന് വിജയിയായ ആ കുഞ്ഞിനെ കയ്യിലേക്ക് എടുക്കുന്നു. അപ്പോഴേക്കും ഹോങ്ചും ആ ഗെയിം നടക്കുന്ന സ്ഥലത്തിനുള്ളിലേക്ക് എത്തി. പക്ഷെ അപ്പോഴേക്കും VIPs അടക്കം അവിടുന്ന് കടന്നു കളഞ്ഞു. മാത്രമല്ല അവൻ അവിടുന്ന് ഒരു തെളിവും കിട്ടിയതുമില്ല. കുഞ്ഞിനെയും എടുത്ത് നിൽക്കുന്ന തന്റെ ചേട്ടനെ അവൻ കണ്ടെങ്കിലും അവൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള ബട്ടൺ പ്രസ് ചെയ്തതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും അവിടെ മുഴുവൻ പൊട്ടിത്തകരാം. അതിനു മുന്നേ തന്നെ VIPsകളും ഗാർഡ്സുകളും വർക്കേഴ്സും എല്ലാം അവിടുന്ന് മാറിക്കഴിഞ്ഞു. മരിച്ച കുറെ ശവങ്ങളല്ലാതെ ഒറ്റ മനുഷ്യ കുഞ്ഞു പോലും അവിടില്ല. സമയം കഴിഞ്ഞതും സകലതും പൊട്ടിത്തെറിക്കുവാണ്. ഒരു തെളിവ് പോലുമില്ലാതെ മുഴുവന് കത്തി ചാമ്പലായി പോയി. അതുകൊണ്ട് തന്നെ ഹോങ്ചു വന്ന കാര്യം ഒന്നും നടന്നില്ല. തന്റെ ചേട്ടൻ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും അറിയില്ല. പിന്നീട് കാണിക്കുന്നത് സിയോങ് ആദ്യ മത്സരത്തിൽ ജയിച്ച പൈസ മുഴുവനും അവൻ ഒരു സ്ഥലത്ത് കൂട്ടി വെച്ചേക്കുമല്ലേ. ആ പണം മുഴുവനും ആരോ വന്ന് എടുത്തുകൊണ്ട് പോകുന്നതായിട്ടാണ്. പക്ഷേ അതാരാണെന്ന് അറിയില്ല. പിന്നീട് കാണിക്കുന്നത് കുറെ മാസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. ആ കുഞ്ഞിന്റെ അച്ഛനില്ലേ, പഴയ പോലെ തന്നെ അയാൾ വീണ്ടും ചിത്രം വരയ്ക്കുന്ന ജോലിയിലേക്ക് മാറിയിട്ടുണ്ട്. മാത്രമല്ല അയാളുടെ കുഞ്ഞിനെ ഇപ്പോൾ സുഖമാവുകയും ചെയ്തു. അയാൾ ഇപ്പോൾ ആരുടെ പടമാണ് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ അത് മിന്നിന്റെ പടമായിരുന്നു. ഇതുവരെ ആയിട്ടും തന്നെ രക്ഷിച്ച ആളുടെ മുഖം അവൻ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ മിന്നിനെ തിരിച്ചറിഞ്ഞതുമില്ല. നമ്മൾ തമ്മിൽ ഇതിനു മുന്നേ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഞാൻ കുറച്ചു കാലം അമ്യൂസ്മെന്റ് പാർക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അവിടെ വെച്ച് കണ്ടതായിരിക്കും. അത്രയും പറഞ്ഞ് വേറൊന്നും പറയാതെ അവൾ അവിടുന്ന് പോകുന്നു. മാത്രമല്ല മിന്നിന്റെ മകളെ കാണാതെ ഇത്രയും വർഷങ്ങൾ അന്വേഷിച്ച് നടന്നതല്ലേ. ഇപ്പോ കുട്ടി അവിടെ ഉണ്ടെന്ന് ചെറിയൊരു സൂചന അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് കാരണം അവളിപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ ചോയെ പറ്റി പറയുകയാണെങ്കിൽ ആളിപ്പോൾ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹോങ്ചു ആണ് അവനെ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നതും. ഇനിയിപ്പോൾ പഴയ പോലെ ഗുണ്ടാ പണിക്കൊന്നും പറ്റില്ല. അത് കാരണം നമ്മുടെ സിയോങ്ങിന്റെ ഹോട്ടലിലായിരുന്നു. അതിനി നോക്കി നടത്താനാണ് അവന്റെ പ്ലാൻ. പക്ഷേ അതിനകത്ത് വെച്ച പൈസ ആരെടുത്തോണ്ട് പോയെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഹോങ്ചു തിരികെ തന്റെ വീട്ടിലേക്ക് വന്നതും കാണുന്നത് യൂൻഹിയുടെ കുഞ്ഞില്ലേ, കുഞ്ഞിനെ തന്റെ റൂമിൽ കൊണ്ടുവന്ന് ആരോ കിടത്തിയിരിക്കുന്നു. കൂടെ തന്നെ കുഞ്ഞിന്റെ പണം മുഴുവൻ ഡെപ്പോസിറ്റ് ചെയ്ത ഒരു ഡെബിറ്റ് കാർഡും. അവൻ വേഗം തന്നെ ആ കാർഡ് കൊണ്ടുപോയി സ്വൈപ്പ് ചെയ്ത് നോക്കുന്നു. ബാങ്ക് ബാലൻസ് കണ്ടതും അവന്റെ കണ്ണ് തള്ളിപ്പോയി. പ്രൈസ് മണി മുഴുവൻ ഉണ്ടായിരുന്നു അതിൽ. പിന്നീട് കാണിക്കുന്നത് അമേരിക്കയിൽ താമസിക്കുന്ന നമ്മുടെ സിയോങ്ങിന്റെ മകളെയാണ്. അവളെ കാണാനായിട്ട് നമ്മുടെ ഫ്രണ്ട്മാൻ വരുന്നു. പക്ഷേ കുട്ടിക്ക് ആളെ കൊണ്ട് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ആരാ? ഞാൻ മോളുടെ അച്ഛന്റെ ഫ്രണ്ടാ. ഇത് മോൾക്ക് തരാൻ വേണ്ടി വന്നതാ. എന്നാൽ അച്ഛന്റെ പേര് കേട്ടതും അവൾക്ക് നല്ല ദേഷ്യം വരുന്നു. ഇത്രയും വർഷമായിട്ടും എന്നെ വിളിക്കാൻ തോന്നിയില്ലല്ലോ. അതുകൊണ്ട് അയാളുടേതായിട്ടുള്ള ഒന്നും എനിക്കിനി വേണ്ട. മോളുടെ അച്ഛൻ മരിച്ചുപോയി. നിനക്ക് വേണ്ടി അവൻ തന്നിട്ട് പോയതായത്. അത് കേട്ടതും ആ മോള് വേഗം ചെന്ന പെട്ടി മേടിക്കുന്നു. തന്റെ അച്ഛൻ മരിച്ചുപോയി എന്നുള്ള വാർത്ത കേട്ട് ഷോക്കായി നിൽക്കുവാണ്. അവള് വേഗം ആ പെട്ടി തുറന്നു നോക്കിയപ്പോഴോ അതിനുള്ളില് ഒരു ഡെബിറ്റ് കാർഡ് ആയിരുന്നു. സിയോങ് വിജയിച്ച് നേടിയ തുക. അന്ന് ഹോട്ടലിൽ കയറി ആ പണം മുഴുവൻ എടുത്തത് ഫ്രണ്ട്മാനാണ്. അങ്ങനെ ആ പണം മുഴുവനും സിയോങ്ങിന്റെ മകളെ ഏൽപ്പിച്ച ശേഷം ഫ്രണ്ട്മാൻ അവിടുന്ന് പോകുന്നു. എന്നാൽ അയാളെ തിരിച്ചു പോകുന്ന വഴിക്കാണ് വേറൊരു കാര്യം കാണുന്നത്. നമ്മുടെ സെയിൽസ്മാൻ തഗ്ജി കളിച്ച് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യില്ലേ,
അതേപോലെ തന്നെ ഇവിടെ ഒരു ലേഡി ചെയ്യുന്നു. പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്ന പാവങ്ങളെ മുഴുവനും ആ ഗെയിമിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ് ആ ലേഡി. എന്ന് വെച്ചാൽ ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല. പല രാജ്യങ്ങളിലായിട്ട് ഈ ഗെയിം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആ ഒരു സീന് കാണിച്ചുകൊണ്ട് സ്ക്വിഡ് ഗെയിം എന്ന സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയൊരു സീസൺ ഇതിനുണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി.